ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധമായ പരിപാവനമായ റമളാൻ മാസത്തിൽ ഇങ്ങനെ ഒരു സംഗമത്തിൽ കണ്ണികളാകാൻ നമുക്കെല്ലാവർക്കും സാധിച്ചതിൽ ആദ്യമേ അള്ളാഹുവെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പടച്ചറബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഒരിക്കൽ കൂടി പരിശുദ്ധ റമളാനിനെ വരവേൽക്കാനും ഇത്രയും ദിവസം ഈ റമളാനിൽ കടിച്ചുകൂട്ടാനും നമുക്ക് സൗഭാഗ്യമുണ്ടായിട്ടുള്ളത്. നമ്മെപ്പോലെയുള്ള ഒട്ടനേകം ആളുകൾക്ക് ഈ ഒരു സൗഭാഗ്യം ലഭിക്കാതെ നേരത്തെ പരലോകത്തേക്ക് യാത്രയായിട്ടുണ്ട്. എന്നാൽ അത്യധികം മഹത്തരമായ ഈ റമളാൻ മാസത്തെ സ്വീകരിക്കാൻ ഈ പരിശുദ്ധമായ റമളാനിൽ പ്രാർത്ഥനകളും ആരാധനകളും മറ്റനുഷ്ഠാനങ്ങളുമൊക്കെയായി കഴിച്ചുകൂട്ടി നാളത്തെ മരണാനന്തര ജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാനുള്ള അവസരമാണ് നമുക്ക് കൈവന്നിട്ടുള്ളത്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങളുടെ അനിവാര്യതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനും മറ്റുമായി നമ്മൾ ഇതുപോലുള്ള സംഗമങ്ങൾ, പ്രഭാഷണങ്ങൾ, ക്ലാസുകൾ ഒക്കെയും സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ നമ്മുടെ ഈ മസ്ജിദുൽ അൻസാർ എന്ന് പറയുന്ന ഈ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു ഇഫ്താറിനോടനുബന്ധിച്ചുള്ള ഒരു സൗഹൃദ സദസ്സും റമളാൻ പ്രഭാഷണവുമാണ്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ, ഈ ഒരു ഗ്രാമത്തിൽ ഇത്ര പ്രവിശാലമായ ഒരു പള്ളി നമുക്ക് ആരാധനയ്ക്കായി തുറന്നു കിട്ടി എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ പ്രദേശത്തും പരിസരത്തുമൊക്കെയുള്ള ഒട്ടനേകം സഹോദരീ സഹോദരന്മാർ ഈ പള്ളിയിൽ നമസ്കാരത്തിനും മറ്റു പ്രാർത്ഥനകൾക്കുമൊക്കെയായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ പരിശുദ്ധ റമളാനിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ അവസാനത്തെ 10ലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ അവസാനത്തെ 10ൽ കുറേയധികം സഹോദരീ സഹോദരന്മാർ ഈ ഇഅ്തികാഫിന് വേണ്ടി പോലും നമ്മുടെ ഈ പള്ളി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ നിലക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ഈ ഒരു പള്ളിയിലൂടെ ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നല്ലവരായ സഹോദരങ്ങൾക്ക്, എല്ലാ നിലക്കും ഈ പള്ളിയുമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബാണ്. അദ്ദേഹം ഉടനെ ഇവിടെ എത്തിച്ചേരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ പ്രൊസീഡിയം നിയന്ത്രിക്കുന്നത്
പ്രൊഫസർ എം.എ. സഈദ് സാർ, PC കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ മുതലായവരാണ്. ബഹുമാന്യരായ ഈ വ്യക്തിത്വങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനും എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയായ വയനാട് സ്വദേശിയായ KM ഫൈസി അവറുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പരിമിതമായ ഒരു സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് റമദാൻ സന്ദേശം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരായ ഡോക്ടർ ഷാനവാസ് പറവണ്ണ, MT മനാഫ് മാസ്റ്റർ, PT ജാവിദ് അഹമ്മദ് മാസ്റ്റർ മുതലായവരാണ്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രോഗ്രാമിൽ അവസാനമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നസീഫ് മാസ്റ്റർ മയ്യേരിയാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർവോപരി എല്ലാറ്റിനുമുപരി ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും വളരെ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഇഫ്താറിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രസീഡിയും അധ്യക്ഷപദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി PC കുഞ്ഞു മുഹമ്മദ് മാസ്റ്ററോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും ഇതിനൊക്കെയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഘാടനം വരുമ്പോൾ വെച്ചാൽ മതി. ഇപ്പം നമ്മൾ ഷാനവാസിനെ വിളിച്ചാൽ മതി. ഞാനൊന്നും പറയണ്ടില്ല. നേരില്ല. അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊടുക്കുന്നത് ഇരിക്കുന്ന സ്ഥലമല്ല. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള ഈ വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, നമുക്ക് ഉദ്ഘാടകനായി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനിതനായ MLA കുർക്കോളി മൊയ്തീൻ സാഹിബ് തൊട്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ KM ഫൈസി തരിയോട്, ഇതിൽ റമദാൻ സന്ദേശം നൽകുന്ന എൻ്റെ സുഹൃത്തുക്കൾ കൂടിയായിട്ടുള്ള MT മനാഫ് മാസ്റ്റർ, ജാവിദ് മാസ്റ്റർ, ഡോക്ടർ ഷാനവാസ് പറവണ്ണ, പിന്നെ പ്രസിഡീയത്തിലുള്ള എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള സയ്യിദ് സാറ്, മൂസ സലാഹി തുടങ്ങി സദസ്സിലുള്ള മാന്യ വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരന്മാരെ, ദീർഘിച്ചൊരു അധ്യക്ഷ ഭാഷണം ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് പരിമിതമായ സമയം, ആ സമയത്തിൽ നമ്മൾ ഉദ്ഘാടകൻ ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനോടെത്തും. അദ്ദേഹത്തിന് നമുക്ക് സമയം അല്പം നൽകേണ്ടതുണ്ട്. മുഖ്യ പ്രഭാഷകനായിട്ട് നമുക്ക് വളരെ ദൂരത്ത് നിന്ന് പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഫൈസി. ഇന്ന് നമുക്കതൊരു ഞായറാഴ്ചയാണ്.
റമദാനിലെ പകുതിയും കടന്നു നിൽക്കുന്ന ദിവസങ്ങളിലുള്ളൊരു ഞായറാഴ്ച. അധിക പള്ളികളിലും ഇന്ന് ദഅവ ക്ലാസ്സുകളുടെ ഒരു എന്താ പറയുക, വളരെ സജീവമായി ക്ലാസ്സുകൾ നടന്ന ദിവസമാണ്. അപ്പോൾ ളുഹ്റ് ശേഷം ക്ലാസ്, ളുഹ്റിന് മുമ്പ് തന്നെ 10 മണിക്ക് ഞാൻ ഇന്ന് കേൾക്കുന്നത് സക്കാത്തിനെ കുറിച്ച് വളരെ സവിസ്തരമായി ഒരു ഓൺലൈൻ ക്ലാസ്, നമ്മുടെ NB സക്കരിയ മൗലവി മണിക്കൂറുകൾ എടുക്കുന്ന ക്ലാസ്, അങ്ങനെ ക്ലാസ്സുകൾ അങ്ങനെ നിരന്തരമായി. അൽഹംദുലില്ലാ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ അൻസാർ പള്ളിയിലും അസർ നമസ്കാര ശേഷം നമ്മൾ ഈ ദീനി സദസ്സ് ഒരുക്കിയത് പെട്ടെന്നാണ്, വളരെ പെട്ടെന്ന് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് ഇവിടെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയതും ഇതിന് വേണ്ടുന്ന ചട്ടവട്ടങ്ങൾ ചെയ്തു. ഏതായാലും അൽഹംദുലില്ലാ നമുക്കറിയാവുന്ന പോലെ അൻസാർ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ റമദാനുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ ചോദ്യമാക്കി. അൻസാർ എന്ന് പറയുമ്പോൾ അറിയാത്തവരാരില്ല. അൻസാർ അറബി കോളേജ്, അൻസാർ മസ്ജിദ്, ദാറുൽ അൻസാർ, അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒക്കെ മൂലത്തിന്റെ ആയ പേരിനടിസ്ഥാനം നമുക്കറിയാം. ഈ സ്ഥാപനങ്ങളൊക്കെ അൻസാറുള്ള സംഘം എന്ന സംഘടനയുടെ കീഴിലാണ്. അൻസാറുള്ള സംഘത്തെക്കുറിച്ച് അറിയാത്തവരും ഈ സദസ്സിൽ ഉണ്ടാവില്ല. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് സൂചന. സൂറത്തു സഫിലെ അവസാനത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ് എന്ന് പറയുന്ന ആ മഹത് വചനം വെച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വസൂരികളായ ഈ പ്രദേശത്തെ പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാർ, KP മുഹമ്മദ് മൊലി തൊട്ട് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള പണ്ഡിതന്മാരും ഉമറാക്കളും ഒത്തുചേർന്ന് കേരള നദുവത്തുൽ മുജാഹിദീൻ രൂപം കൊള്ളുന്നതിന് മുമ്പ് 1945-46 കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പ്രാദേശികമായി രൂപം കൊടുത്ത സംഘമാണ് അൻസാറുള്ള സംഘം. മനസ്സിലാക്കാൻ പ്രാദേശികമായി ഇങ്ങനെ ഒരുപാട് കൂട്ടായ്മകൾ കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അരീക്കോട് ഉണ്ടായിരുന്നു, എടവണ്ണ ഉണ്ടായിരുന്നു, പിന്നെ പുളിക്കലുണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെ പോലെ തന്നെ തിരൂർ താലൂക്കിന്റെ പ്രദേശങ്ങളിൽ വളവന്നൂർ കേന്ദ്രീകരിച്ച് രൂപം കൊടുത്ത സംഘമാണ് അൻസാറുള്ള സംഘം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഏപ്രിൽ അതിൻ്റെ ഒരു 80-ാം വാർഷികം സമുചിതമായി ആഘോഷിക്കാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ സാങ്കേതികമായ ചില പ്രയാസങ്ങൾ, നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാൻ പോകുന്ന സമയമായതുകൊണ്ട് എങ്ങനെയിരിക്കും നമ്മൾ ഡേറ്റൊക്കെ എന്നുള്ളത് അല്പം ഒരു നമ്മൾ ആകുലതയിൽ ആ വിഷയത്തിൽ ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങൾ നമ്മൾ അതിൻ്റെ സജീവമായി രംഗത്ത് ഇറങ്ങും. ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഇടതുവശത്ത് ഈ പള്ളിയോട് ചേർന്ന് ആ അൻസാറുള്ള സംഘത്തിന് ഒരു ആസ്ഥാന കെട്ടിടം പണി പൂർത്തിയായിക്കൊണ്ട് ഇരിക്കുന്നു. അതും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആ അൻസാറുള്ള സംഘ കെട്ടിടത്തിൻ്റെ സാമ്പത്തിക വശം, ആ നിർമ്മാണത്തിന് വേണ്ടി അൻസാറുള്ള സംഘത്തിൻ്റെ ബഹുമാനിതരായ അംഗങ്ങളാണ് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ ഈ സദസ്സിലുള്ള അതിലെ അംഗങ്ങൾ അതിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെ ആ കാര്യം അതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നുകൂടി നിലയ്ക്ക് ഞാൻ ഉണർത്തുകൂടി ചെയ്യുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ഇങ്ങനെ സ്ഥലമായി വരും. അപ്പോൾ ഇതിൻ്റെ റമദാൻ സന്ദേശം എന്ന അജണ്ടയിലേക്ക് കടക്കുകയാണ്. അതിൽ ഒന്നാമത്തെ സന്ദേശം നമുക്ക് നൽകുന്നത് ഡോക്ടർ ഷാനവാസ് പറവണ്ണ. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين. പ്രിയപ്പെട്ടവർ, റമദാനിലെ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർമ്മങ്ങളുടെ അളവ് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ അതുപോലെ തന്നെ അതിലേറെ പ്രധാനമാണ് ആ കർമ്മങ്ങളുടെ നിലവാരം, ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ക്വാളിറ്റി ഉള്ളതാണോ, അത് നമുക്ക് അവിടെ ചെന്നാൽ കിട്ടുമോ എന്നൊരു പുനഃപരിശോധന നമ്മൾ സാധാരണ നിയ്യത്ത് എന്ന് പറയുമല്ലോ. അപ്പോൾ അത് ഒന്ന് ഓർമ്മപ്പെടുത്തുക, എന്നെയും നിങ്ങളെയും എന്നത് മാത്രമാണ് തുടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളുടെയും തുടക്കത്തിൽ നമ്മൾ കാണാറുണ്ടല്ലോ,
ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. തീർച്ചയായും അമലുകൾ, നമ്മുടെ കർമ്മങ്ങൾ നിയ്യത്തനുസരിച്ചാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ, നിസ്കാരം, മറ്റ് ആരാധനകൾ, ദാനധർമ്മങ്ങൾ, സേവനം ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്ന ആൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഇരിക്കും ആ കാര്യങ്ങൾ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോരുത്തർക്കും അവരെന്താണോ ആ അമൽ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് കിട്ടുക. വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള പലായനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും തന്നെയാണോ, അള്ളാഹുവിൻ്റെയും റസൂലിനെയും മാർഗത്തിൽ തന്നെയാണോ എങ്കിൽ ആ ഹിജ്റ അങ്ങനെ തന്നെയാണ്. വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയൻ യുസീബുഹാ വിംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഒരാൾ ഹിജ്റ പോകുന്നത് ദുനിയാവിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടാനോ ഒരു പെണ്ണ് കെട്ടാനോ ഒക്കെ ആണെങ്കിൽ അവൻ്റെ ഹിജ്റ അതുകൊണ്ട് ചിലപ്പോൾ അത് കിട്ടും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ അതേ ഹിജ്റയിൽ തന്നെ മദീനയിൽ ചെന്ന് ഒരു കല്യാണം കഴിച്ച് കളയാം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളും ഉണ്ടായിരുന്നതായിട്ട് ഹദീസിൻ്റെ ശർഹകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഹിജ്റ പോകുക എന്ന് പറഞ്ഞത് അതിൻ്റെ റിസ്ക് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ പഴയ കാലത്തൊക്കെ റസൂൽ പോയിരുന്ന വഴികളെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടില്ല. അപ്പം അത്ര ദുർഘടമായ, അത്ര പ്രയാസപ്പെട്ട ഒരു അമൽ ചെയ്യുമ്പോഴും ഭൗതികമായ ലക്ഷ്യം മനസ്സിൽ വിചാരിച്ച ആളുകളുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒട്ടും പരിശുദ്ധരല്ല. നമുക്കതിലേറെ അങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ വന്നുകൂടാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, നമ്മൾ നിസ്കരിക്കുമ്പോൾ പണ്ടൊരാൾ പറഞ്ഞു, എന്താ കാക്ക നിങ്ങളിപ്പോൾ നിസ്കരിക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണ്ട് എനിക്ക് ഗ്യാസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, സുജൂദൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടിയിരുന്നു, ഇപ്പോൾ ഗ്യാസിൻ്റെ അസുഖമില്ല, ഇപ്പം ഞാൻ നിസ്കരിക്കാറുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഗ്യാസിൻ്റെ അസുഖം സുജൂദിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്. നിസ്കാരത്തിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ അയാളിപ്പോൾ ഗ്യാസിൻ്റെ ശല്യമൊന്നുമില്ല, അയാളിപ്പോൾ നിസ്കരിക്കുന്നില്ല. നോമ്പിനെ സംബന്ധിച്ച് നമുക്ക് കാണാം, പല വീഡിയോകളും കാണാം, നോമ്പിൻ്റെ വ്രതത്തിൻ്റെ ആരോഗ്യ ദർശനം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാണാം. അതുകൊണ്ട് ഇന്ന ഗുണമുണ്ട്, ഇങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ ഒരാൾ നോമ്പ് നോക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അയാൾ ചിലപ്പോൾ ആരോഗ്യം മെച്ചപ്പെട്ടെന്ന് വരും അയാൾക്ക്. പക്ഷെ നോമ്പ് കൊണ്ട് ലാക്കാക്കുന്നത് അയാൾക്ക് കിട്ടുകയില്ല. ലക്ഷ്യം അതാവാൻ പാടില്ല. അമലുകളുടെ ലക്ഷ്യം ഭൗതികമായ ലക്ഷ്യങ്ങൾ ആകാൻ പാടില്ല. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. പല ഉദ്ദേശങ്ങൾ ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ കിറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ടാവും, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കിറ്റുകൾ കൊടുക്കുന്നുണ്ടാവും. വോട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരും, പക്ഷേ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ആ പ്രതിഫലം ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല. ഓരോ കാര്യം ഇബ്രാഹിം ലിങ്കനെ സംബന്ധിച്ച് ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തലസ്ഥാന നഗരത്തിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവിടെ, അങ്ങനെ നടക്കുകയാണ് രാവിലെ. അപ്പോൾ ഒരു ദരിദ്രനായ ഒരു പാവപ്പെട്ട ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ബഹുമാന പുരസ്സരം അദ്ദേഹം ഇങ്ങനെ ഉപചാരങ്ങളൊക്കെ നിർവഹിച്ചു. എബ്രഹാം ലിങ്കൻ, അമേരിക്കൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അടുത്തുണ്ടായിരുന്ന സഹായി ചോദിച്ചു, ഇത്രമാത്രമൊക്കെ അങ്ങ് വിനയപ്പെടേണ്ടതുണ്ടോയെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഭൂമിയിൽ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനേക്കാൾ വിനയമുള്ള ആളില്ല എന്നുള്ളത് ആളുകൾക്കൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നാണ് കഥ. അപ്പോൾ വിനയം പ്രകടിപ്പിക്കുന്നത് പോലും അതിന് അങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ആകും. ഇപ്പം നമ്മുടെ ദുനിയാവിൽ ഏത് കാര്യങ്ങളും അങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ദുനിയാവേ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പണ്ഡിതന്മാർ അതൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതാകാൻ പാടില്ല. ഓരോ കാര്യങ്ങൾക്ക് ദുനിയാവിയായ ബെനിഫിറ്റ് ഉണ്ടാവും, പക്ഷേ ലക്ഷ്യം എന്താകണം? പരലോകമായിരിക്കണം. ഏത് അമലുകൾ കൊണ്ട്, ഏത് അമലുകളാണെങ്കിലും ഉദ്ദേശം പരലോകമായിരിക്കണം. സ്വർഗം നേടുക എന്നതായിരിക്കണം. നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നതാകണം. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നതാകണം. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ദർജകൾ ഉയരണം എന്നതായിരിക്കണം. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയുള്ള ആളാണല്ലോ, നമുക്കിനിയും സംസാരിക്കാവുന്നതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം നേടുന്ന രൂപത്തിൽ ഇവിടുത്തെ സംസാരങ്ങൾ, നമ്മുടെ ഇരുത്തവും ശ്രവണവും ഒക്കെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മുടെ മുഖങ്ങളെ, ശരീരങ്ങളെ അവൻ്റെ നരകശിക്ഷയിൽ നിന്ന് കാത്ത് കുടുംബസമേതം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. السلام عليكم ورحمة الله.
ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനിതനായ MLA, നമ്മുടെ നാട്ടുകാരനും അൻസാർ അറബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള മാന്യ വ്യക്തിത്വത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم. ഏറ്റവും ആദരണീയനായിട്ടുള്ള അൻസാർ മസ്ജിദ് ഒത്തുകൂടിയിരിക്കുന്നു വിശ്വാസികളുടെ ഈ സംഗമം നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തും സഹപ്രവർത്തകനുമായിട്ടുള്ള PC കുഞ്ഞു മാസ്റ്റർ അവരുടെ പ്രസിഡിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആദരണീയനായ ഈ സ്ഥാപനത്തിൻ്റെ മേധാവികളിൽ ഒരാൾ കൂടിയായിട്ടുള്ള പ്രൊഫസർ MA സഈദ് സാഹിബ്, നമ്മോട് സംവദിക്കാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ യഥാർത്ഥ അതിഥി കൂടിയായിട്ടുള്ള നമ്മുടെ അയൽ ജില്ലക്കാരനുമായ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള K. മൊയ്തീൻ ഫൈസി തരിയൂർ അവർ, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ സുഹൃത്ത് P. മൂസ സ്വലാഹി, വേദിയിലുള്ള റമദാൻ സന്ദേശം നൽകി സംസാരിക്കാൻ വേണ്ടി സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയങ്കരായ MT മനാഫ് മാസ്റ്റർ, ഡോക്ടർ ഷാനവാസ് പറവണ്ണ, പ്രിയങ്കരായ സുഹൃത്ത് PT ജാവിദ് അഹമ്മദ്, കൃതജ്ഞത രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള നസീഫ് മയ്യേരി, സദസ്സിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ ജ്യേഷ്ഠാഞ്ചന്മാർ, പ്രിയങ്കരായ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, കുട്ടികൾ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഒരു മാസത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് അല്ലാഹുവിൻ്റെ മസ്ജിദിൽ ഒത്തുകൂടാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഒത്തുകൂടൽ സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് മുസ്ലിങ്ങളാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ലോക സമൂഹത്തെ കാണുമ്പോൾ, ജനങ്ങളെ കാണുമ്പോൾ, മറ്റു ജനവിഭാഗങ്ങളെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണവും അതിൻ്റെ പ്രാധാന്യവും നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യവും ഏതൊരു വിശ്വാസിക്കും തിരിച്ചറിയാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വിശ്വാസികൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിധികുംഭമാണ് പരിശുദ്ധ ഖുർആൻ. നമുക്ക് വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് ഓഫറുകളുടെ പ്രഖ്യാപനങ്ങൾ നമുക്കറിയാം. ആ ഓഫറിന് വേണ്ടി അവിടുന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഭൗതിക താല്പര്യവുമായി മുന്നോട്ട് പോകുന്ന നമ്മൾ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നതും നിൽക്കുന്നതും തിരക്കുന്നതും നമുക്കറിയാം. വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിപ്പോരുമ്പോൾ, പൈസയും കൊടുത്ത് ബില്ല് വാങ്ങുമ്പോൾ, ചെറിയൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെറിയ സാധനം അവിടുന്ന് തരുമ്പോൾ ചിലപ്പം നമ്മളതിനെ ചോദിച്ചു പോകും, ഒന്നും കൂടി തരുമോ? അതിന് വലിയ ഉപകാരമുള്ള സാധനമൊന്നും ആകണമെന്നില്ല, എങ്കിലും അതൊന്നും കൂടി കിട്ടാൻ താല്പര്യപ്പെടുന്ന ഒരു മനസ്സാണ് മനുഷ്യരുടെ. അപ്പം ഈ മനുഷ്യൻ അല്ലാഹു അവൻ്റെ സൽക്കർമ്മങ്ങൾക്ക്, അവൻ്റെ പ്രാർത്ഥനകൾക്ക്, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക്, സകലതിനും എല്ലാ നല്ല ഉദ്ദേശത്തോടുകൂടിയുള്ള സർവസമായിട്ടുള്ള കർമ്മങ്ങൾക്കും വലിയ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സന്ദർഭം. അതിൽ തന്നെ ബമ്പറടിക്കുന്ന ദിവസം കൂടി വരാനിരിക്കുകയാണ് ലൈലത്തുൽ ഖദറിന്റെ ദിവസം. വർഷത്തിൽ ചില മാസങ്ങൾക്ക്
മാസത്തിൽ ചില ദിവസങ്ങൾക്ക്, ദിവസത്തിൽ ചില സമയങ്ങൾക്ക് അള്ളാഹു പ്രാധാന്യം കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പറയാം, 2 മാസം മുമ്പ് മുതൽക്ക് നമ്മൾ പ്രാർത്ഥിച്ചു വരികയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശുഹൂറ റമദാൻ. അള്ളാഹു നമ്മളെ റമദാനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ അവസാനത്തെ റമദാൻ ആകുമോ എന്ന് നമുക്കറിയില്ല. അള്ളാഹു കൂടുതൽ റമദാനികളെ സ്വാഗതം ചെയ്യാനുള്ള സൗഭാഗ്യം ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റമദാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരിലും ഒരു ഭക്തി, ഒരു ഭയം, ഒരു നല്ല നന്മ നിറഞ്ഞ ഒരു ചിന്ത വളർന്നു വരുന്നത് സ്വാഭാവികം. അള്ളാഹു റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിശാചിനെ കെട്ടിയിടുന്ന കാലമാണത്. അതിൻ്റെ ലക്ഷണം തന്നെയായിട്ടാണ് തോന്നുന്നത്. വികൃതിക്കാരായ ആളുകൾ പോലും കുറച്ചൊക്കെ ഒന്ന് ഉഷാറായി വരുന്നത് നമുക്ക് കാണാറുണ്ട്. നിസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കാത്ത ആളുകൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കും. പള്ളിയിലൊന്നും പോകാതെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടോർന്നൊക്കെ നിസ്കരിച്ച് പിരിയുന്ന, പള്ളിയിലൊന്നും അങ്ങനെ പോകാൻ താല്പര്യം കാണിക്കാത്ത ആളുകൾ പള്ളിയിലേക്ക് ഒന്ന് കയറാൻ ശ്രമിക്കും. പള്ളിയിൽ വന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിച്ച് പോകുന്ന ആളുകൾ ജമാഅത്തിലൊന്ന് കൂടണം എന്ന് താല്പര്യപ്പെടും. ഫർദ് നിസ്കാരം മാത്രം നടത്തുന്ന ആളുകൾ സുന്നത്തും കൂടി ഒന്ന് എടുക്കട്ടെ എന്ന് കരുതും. അങ്ങനെയൊക്കെ ഒരു ചിന്ത ജനങ്ങളിലൊക്കെ വ്യാപകമായി നമ്മൾ കാണാറുണ്ട്. അതനുസരിച്ചുള്ള കർമ്മങ്ങൾ. അപ്പൊ ഇതൊക്കെ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ റമദാൻ കഴിയുന്നതോടുകൂടി പലപ്പോഴും അത് തകർന്നു പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. പെരുന്നാളിന് വലിയ ആഘോഷമൊക്കെ നടത്തി, പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിസ്മരിക്കും. ഞാൻ എന്നോട് ആവശ്യപ്പെടുകയാണ്, ഒപ്പം എന്നെ കേൾക്കുന്നവരോട്, ഈ റമദാനിൽ നമ്മൾ എന്താണ് കൂടുതലായി അവലംബിച്ചത്? അള്ളാഹുവിലേക്ക് നമ്മൾ എത്ര കണ്ടടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ അടുപ്പം കുറയ്ക്കാതിരിക്കാൻ, ആ സ്വീകരിച്ചത് പൊലിഞ്ഞു പോകാതിരിക്കാൻ, അതിനെങ്കിലും ഒന്ന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന, മനസ്സിനെയും ശരീരത്തിനെയും അതിന് പാകപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആകെ പാകപ്പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. സാംസ്കാരികമായ തകർച്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ഈ ജില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള കേരളത്തിലെ ഏക ജില്ലയാണ്. ഈ ജില്ലയെ പ്രകീർത്തിക്കാൻ ആളുകൾ ഏറെ തയ്യാറാകാറുണ്ട്. ജില്ലയ്ക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ പ്രകോപിതരാകാറും സ്വാഭാവികമായും കാണാറുണ്ട്. ഈ ജില്ലയിൽ നാം വിലയിരുത്തേണ്ട ചില സംഗതി, ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളായ ആളുകൾ എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. 1 ക്യാൻസർ, 2 കിഡ്നി. മാരകമായ ഈ 2 രോഗങ്ങൾ നിങ്ങൾക്ക് അകപ്പെട്ടിട്ടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഈ മലപ്പുറം ജില്ലയിലാണ്. ഇപ്പൊ ഇവിടെ കടുങ്ങാത്തോടി നമുക്കൊരു ഡയാലിസിസ് സെന്റർ ഉണ്ട്. ഞാനതിൻ്റെ ഒരു എളിയ ഭാരവാഹിയാണ്. 30 ആളുകൾ അവിടെ, ഈ കൽപ്പകഞ്ചേരി, വളവന്നൂർ 2 പഞ്ചായത്തിലെ ആളുകൾക്ക് മാത്രമേ അവിടെ ഡയാലിസിസ് ചെയ്യുന്നുള്ളൂ. മറ്റു പഞ്ചായത്തുകളെ സ്വീകരിക്കുന്നില്ല. 30 ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ 2 പഞ്ചായത്തിൽ 28 ആളുകൾ ഡയാലിസിസ് ചെയ്തു വരുന്നു എന്നുള്ളത്. ഇതുപോലെ ഇതേപോലെ ഉള്ള രോഗങ്ങൾ, വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ പ്രദേശത്തൊക്കെ കൂടി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇതിനെന്താണ് കാരണം എന്നതിനെ കുറിച്ചുള്ള പഠനം ശാസ്ത്ര തലത്തിലുള്ളവരെ മാത്രം ഏൽപ്പിക്കാതെ നാം ഓരോരുത്തരും ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ച് കണ്ടറിഞ്ഞ് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ, അഥവാ ഭക്ഷണ സംസ്കാരത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ രോഗങ്ങൾക്ക് കാരണം. ഭക്ഷണ സംസ്കാരത്തിൽ ഞാൻ വിശദീകരിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നഗരങ്ങളിൽ നിത്യേന വർദ്ധിച്ചു വരുന്ന 2 സ്ഥാപനങ്ങൾ. ഒന്ന്
ഹോട്ടലുകൾ, ഫാസ്റ്റ് ഫുഡ് കടകൾ, 2 ആരോഗ്യ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, ലാബ്, ക്ലിനിക്കുകൾ, മെഡിക്കൽ ഷോപ്പുകൾ, അങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഒക്കെ. ഏത് ചെറിയ കവലയിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും ഈ രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത്. ഞാൻ തന്നെ ഇവിടെ ജനപ്രതിനിധിയായതിനു ശേഷം നമ്മുടെ ജില്ലയിൽ ഈ മണ്ഡലത്തിനകത്ത് തന്നെ 25ഓളം ലാബുകൾ, ക്ലിനിക്കുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നത്. അത് തിരൂര് പോലെ നഗരങ്ങളിൽ മാത്രമല്ല, ചെറിയ ചെറിയ ഗ്രാമങ്ങളിലടക്കം, ഉൾപ്രദേശങ്ങളിലടക്കം. കുറുക്കോളിൽ ഉണ്ടായിട്ടുണ്ട്, തൂവക്കാട് തുറന്നിട്ടുണ്ട്, പുല്ലൂര് തുറന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് തുറക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരുന്നു. കടകളും ഹോട്ടലുകളും വർദ്ധിച്ചു വരുന്നു. നമ്മുടെ ഭക്ഷണത്തിൻ്റെ, നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ ശീലിച്ചതുമായ കാര്യങ്ങൾ ഈ റമദാൻ അതിനെ തിരുത്താനുള്ളൊരു സമയമാക്കി നമുക്ക് മാറ്റാൻ കഴിയില്ലേ എന്നാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത് പോലെ എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട്, എൻ്റെ ഗുരുനാഥനടക്കമുള്ള ആളുകൾ ഈ സദസ്സിലിരിക്കേണ്ടത്, ഗുരു തുല്യരായ ആളുകളൊക്കെ ഇവിടെ സദസ്സാണ്. നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ചുകൂടെ? ഈ ഇഫ്താർ മീറ്റുകൾ നിറയെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് തന്നെ ഇപ്പൊ ഇവിടെ ഒന്നുണ്ട്, കടക്കാത്തുള്ളി തന്നെ വേറെ ഒന്നുണ്ട്. ഇന്നലെ എനിക്ക് തന്നെ ക്ഷണം കിട്ടിയത് 3 ഉണ്ടായിരുന്നു. ഈ ഇഫ്താർ മീറ്റുകൾ പോലും ഒരു ഭക്ഷണ പ്രദർശനത്തിന്റെ ഒരു തരമായി മാറുന്നില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ വാട്സപ്പിലൊക്കെ ഭക്ഷണം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത്, കൂട്ടി വെച്ചിട്ടുള്ളത് ഒക്കെയാണ് അത് കാണുന്നത്. ഇതൊരു നന്നായി ഭക്ഷണം കഴിക്കാനുള്ള പലതരം പലഹാരങ്ങളും വിഭവങ്ങളും കൂട്ടിയിട്ട്, അപ്പൊ അതൊന്ന് കഴിക്കാൻ, അതൊന്ന് രുചിക്കാനുള്ള ആർത്തിയോട് കൂടിയാണ് ആളുകൾ വൈകുന്നേരം നേരത്ത് അങ്ങോട്ട് എത്തിച്ചേരുന്നത്. ഇഫ്താർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലല്ലോ. ഈ ഭക്ഷണം തിന്നാനുള്ള, കഴിക്കാനുള്ള അവസാനത്തെ ഒരു ആർത്തിയോടുകൂടി ഓടി വരുന്ന ആളുകൾക്ക് അത് വിളമ്പുന്നു. അതിൻ്റെ ഒരു പ്രാധാന്യമല്ല. അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാതെ പോകുന്നു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള സംഗതിയാണ്. അത് നമ്മുടെ പോലും ഭക്ഷണം പലപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതല്ല. നമ്മുടെ വീടുകളിൽ പോലും ഒരു അതിഥി വന്നാൽ പോലും, എൻ്റെ വീട്ടിലെ പോലും ഞാൻ അനുഭവിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പുറത്തു നിന്ന് നമ്മളെ മക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ ഓർഡർ ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ, രാത്രി ഇങ്ങനെ പോകുമ്പോൾ, വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഉറക്കം വന്നപ്പോൾ ഒരിങ്ങനെ ഒരു ചായ കുടിക്കാം എന്ന് ഇങ്ങനെ കൂടെയുള്ള സുഹൃത്തിനോട്, വണ്ടി ഓടിക്കുന്ന ആളോട് പറഞ്ഞു. അപ്പോൾ ഓന് ചായ കുടിക്കാമെന്ന് പറഞ്ഞു, കുടിക്കാമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ രാത്രി ഒരു 12 മണിക്ക് ശേഷം ഭയങ്കര തിരക്ക് ഒരു ഹോട്ടൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ രാത്രിയാണ് കച്ചവടം എന്ന് പറഞ്ഞു. രാത്രിയാണ് ഇവിടുത്തെ കച്ചവടം. അപ്പോൾ അവിടെ രാത്രി ഇങ്ങനെ ഒരു 3-4 മണി വരേക്കും ഭയങ്കര കച്ചവടം എന്ന് പറയുന്നത്. അപ്പോൾ കോഴി പൊരിച്ചതും മറ്റതും വിഭവങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ വിൽപ്പന സമയത്താണ് നടത്തുന്നത്. അതിന് പോകുന്നതോ നമ്മളെ തട്ടിട്ട താത്താരടക്കം ആ നിൽക്കുന്ന തിരക്കിൻ്റെ അടിയിൽ അവിടെ കാണാനും കഴിയുന്നുണ്ട്. നമുക്ക് എൻ്റെ ഈ തലമുറക്ക്, എന്നെക്കാൾ ചെറിയവരാണ് ഈ കുട്ടികൾ, മുതിർന്നവർ കുറഞ്ഞ ആളുകൾ ഇവിടെ ഉള്ളൂ. പട്ടിണി എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പട്ടിണി നോമ്പ് മറ്റുകൊണ്ട് ഒരു ചെറിയ വിഷമം, ദാഹമൊക്കെ വരും. അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് നോമ്പ് തുറക്കുന്നതോടുകൂടി അത് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. മണിക്കൂറുകൾ കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷെ പഴയ കാലത്ത് പട്ടിണി നമ്മുടെ നാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ മണത്തെറിഞ്ഞിട്ടുണ്ട്. മണത്തെറിയാൻ ഇടവാക്കി കിട്ടിയിട്ടുണ്ട്. മണത്തെറിയാൻ നേരിട്ട് അനുഭവിച്ചതല്ല, പട്ടിണിയിൽ നിന്ന് കിടന്ന് വിഷമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വീട്ടിലൊക്കെ ഒരു സംഗതി ഒപ്പിക്കാൻ പ്രയാസപ്പെട്ടിരുന്നത്, വാപ്പ പറഞ്ഞിരുന്നത് ഒക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. പഴയ കാലത്തെ അനുഭവങ്ങൾ വല്യമ്മ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. അള്ളാഹുവിന് വിഭവങ്ങൾ കൊടുത്തിരുന്നു, സസ്യലതാദികളൊക്കെ. അതിൽ നല്ല ചീരയുണ്ടായിരുന്നു, അതിലെ ഇലകൾ നുള്ളി കൂട്ടാൻ വെക്കാമായിരുന്നു, നല്ല പോഷകമൂല്യമുള്ള സാധനങ്ങളായിരുന്നു. അതൊക്കെ പോയി വിശക്കുമ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് താളിച്ചു കൊടുക്കാൻ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അതും നമ്മൾ നശിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വസ്തുത. പാടത്തിന്റെ ഓരങ്ങളിലൊക്കെ നിന്നിരുന്ന വളരെയേറെ ഔഷധ മൂല്യമുള്ള
വിഭവങ്ങളുള്ള നല്ല ശരീരത്തിന് പോഷണ ഗുണങ്ങളുള്ള ചെടികളുണ്ടായിരുന്നു. ചീര വർഗത്തിൽപ്പെട്ട ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വയലൊക്കെ നശിപ്പിച്ചുകൊണ്ട് അതൊക്കെ പോയി. ഇങ്ങനെ പല സംഗതികളുണ്ടായി. ഇതൊക്കെ കഴിച്ച് മാത്രം ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായി. എൻ്റെ കുട്ടിക്കാലത്ത് സ്ത്രീകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചക്കപ്പൊട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ചക്കപ്പൊട്ട് കുട്ടിക്ക് വിശപ്പ് മാറ്റാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ ഒരു ചക്കപ്പൊട്ട് കിട്ടുമെന്ന് പോയി നോക്കിയതാണ് എന്ന് താത്താര് പറയുന്നത് കേൾക്കാനുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിനും അള്ളാഹുവിന്റെ റഹ്മത്തുകൾ എത്രയാണ് തന്നത്. സമ്പത്ത് തോന്നും, വിവരവും വിദ്യാഭ്യാസവും തോന്നും, സൗകര്യങ്ങൾ തോന്നും. ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്കുള്ളിൽ സാംസ്കാരികമായ അധപ്പതനം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കോട്ടം തട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസ തരത്തിലാണ്. ഞാൻ എന്നെ അളന്നിട്ടാണ് പറയുന്നത്. ഈമാന്റെ കരുത്ത് കുറയുമ്പോഴാണ് ഇതിനെ അവലംബിക്കാൻ നമ്മൾ പ്രേരിതരായി പോവുക. ഞാൻ എന്നോട് പറയുന്നു സൂക്ഷിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ പത്രം വായിക്കുമ്പോൾ, ഓരോ വാർത്തകൾ മുന്നിൽ വായിക്കുമ്പോൾ, വെറുപ്പുളവാകുന്ന ചില വാർത്തകൾ വായിക്കുമ്പോൾ, അതിൽ കണ്ണിയായിട്ടുള്ള ആളുകളെ പേര് വായിക്കുമ്പോൾ നമ്മളെ കൗമിന്റെ പേര് ഇങ്ങനെ നിരനിരയായി വായിക്കാൻ സിറ്റുവേഷൻസ് വരികയാണ്. പഴയ കാലത്ത് കൂട്ടത്തിൽ ഒരാൾ മുസ്ലിം ഉണ്ടെങ്കിൽ ഏതാണ് ഷെയ്ത്താൻ എന്ന് വീട്ടുകാർ പറയായിരുന്നു, കാരണന്മാർ പറയായിരുന്നു. ഒരാളെ പേര് അത്തരത്തിലുള്ള ആളുകൾ കണ്ടാൽ ഒരു കവർച്ച സംഘത്തിൽ അതുപോലുള്ള സംഘത്തിലൊക്കെ കാണും. ഇന്ന് പണം സമ്പാദിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായി മാറുകയും അത് ഏത് രീതിയിലുള്ളതായാലും തരക്കേടില്ല എന്നതിലേക്ക് എത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ കാലഘട്ടം നമുക്ക് അപകടത്തിലേക്കുള്ള വഴി കാണിക്കുന്നു. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് തിരുത്തൽ ശക്തികളാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ വരും തലമുറയെ, ഈ കുഞ്ഞുങ്ങളെ ക്രാന്തദർശകത്വത്തോടു കൂടി, ഈ ഈമാനികമായ ആവേശത്തോടു കൂടി കാലത്തിന്റെ ഈ അപകടക്കുഴിയിൽ പെടാതിരിക്കാനുള്ള സാംസ്കാരികമായ വളർച്ചയാണ് അവർക്ക് നൽകി നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നാം മുതിർന്നവർ അതിന് മാതൃകകളായി, തിരുത്തൽ ശക്തിയായി, തിരുത്തലിന് തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. ഈ നോമ്പ് അതിനൊക്കെ ഉള്ളൊരു കാരണമാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാചകന്റെ കാലത്തുള്ള ഒരു സംഭവമുണ്ട്, നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. റോമിലെ ഭരണാധികാരി സമ്മാനിച്ച ഒരു ഡോക്ടർ വന്ന കഥ. 2-3 മാസക്കാലം മദീനയിലുണ്ടായി. മദീനയിലുണ്ടായപ്പോൾ പിന്നെ ആ ഡോക്ടർ തന്നെ പ്രവാചകനോട് ചോദിക്കുകയാണ്, തിരിച്ചു പോകട്ടെ എന്ന് ചോദിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ, പ്രയാസങ്ങളുണ്ടായോ, സൗകര്യക്കുറവുണ്ടോ എന്ന് പ്രവാചകൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? ഇവിടെ നിങ്ങളുടെ അനുയായികൾക്ക് രോഗം വരില്ല, അവർക്കിവിടെ ഭക്ഷണം തന്നെ അവർക്ക് ഔഷധമാണ്. ഇവിടുത്തെ ഭക്ഷണക്രമം അനുസരിച്ച് രോഗം വരാനുള്ളൊരു സാധ്യതയില്ല. അതുകൊണ്ട് എന്നെപ്പോലെ ഒരാളുടെ സേവനം ഇവിടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ രീതി. വയറിന്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായു. ഇന്ന് നമ്മൾ വെള്ളത്തിന്റെ സ്ഥാനത്തും വായുവിന്റെ സ്ഥാനത്തും ഒക്കെ ഭക്ഷണം തന്നെ കുത്തിക്കയറ്റുകയാണ്. മനുഷ്യർ മാത്രമേ ഇങ്ങനെ ഭക്ഷണത്തിന് ആർത്തിയുള്ള ഒരു വിഭാഗം, ഒരു ജീവി വിഭാഗമുള്ളൂ. ഒരു നരഭോജിയായ സിംഹം അതിനു മുമ്പിൽപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയെ വിശക്കുന്ന സന്ദർഭത്തിൽ പിടികൂടി തിന്നും. അതിന് ബാക്കിയുണ്ട് എങ്കിൽ അത് പ്രത്യേക ശബ്ദം പ്രകടിപ്പിച്ച് മറ്റുള്ള കൂട്ടുകാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് തീറ്റിക്കും. എന്നാൽ അതിന് ബാക്കിയുള്ളത് അടുത്ത നേരത്തേക്ക് ഞാൻ പാത്തു വെക്കട്ടെ എന്ന് കരുതിയിട്ട് കൂട്ടിൽ കൊണ്ടുപോയി വെക്കൂല. അതാണ് അത്തരത്തിലുള്ള ജീവകാലങ്ങളുടെ ഒരു സ്വഭാവം. വിശന്ന് വയറൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ആട്ടുകുട്ടിയെ തിന്ന് വയറ് നിറഞ്ഞിരിക്കുന്ന വിശപ്പ് കെട്ട സന്ദർഭത്തിൽ ഒരു മാൻപേട വന്ന് അതിന്റെ മുമ്പിലൂടെ ഇങ്ങനെ നൃത്തം ചവിട്ടി ഇങ്ങനെ മുമ്പിലൂടെ നടന്നാലും ശിവൊന്നും കാണിക്കില്ല.
നമ്മളോ വയറൊക്കെ നിറച്ച് കയറി കയ്യേക്കാൻ നേരത്താണ് കാണാത്തൊരു വിഭവം പുതിയ കാണുന്നത്. അത് നോക്കട്ടെ, ഒരു കഷ്ടം നോക്കട്ടെ എന്ന് പറയും. ഒക്കെ കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ എന്നാ ഞാൻ കൊണ്ടേക്കോളാം, രാത്രി കഴിക്കാലോ എന്ന് പറഞ്ഞ് നമ്മൾ രാത്രി കൊണ്ടുപോകും. ഇപ്പൊ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അയൽക്കാരൻ ഞാൻ കൊടുത്തോടി എന്നല്ല പറയാ, കൊണ്ടുപോകാൻ ശ്രമിക്കുക. നാളത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇന്ന് നമ്മൾ തല്ലുകൂടും. അള്ളാഹു നമ്മോട് നിങ്ങൾ ആരാധിച്ചാൽ മതി, റിസ്ക് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതെല്ലാ ജീവജാലങ്ങൾക്കും ബോധ്യമാണ്. കാട്ടിലുള്ള, വാനലോകത്തുള്ള, ജലാശയങ്ങളിലുള്ള, കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ ജീവികൾക്ക് ഇത് ബോധ്യമാണ്. അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. ഒരു മീൻ എങ്ങനെ ഏത് തോട്ടിൽ പോയി പിടിച്ചാലും മീനിന്റെ വയറൊന്ന് കീറി നോക്കിയാൽ അത് ഫുള്ളാ ഭക്ഷണം. ഇന്ന് വരെ ഒരു ജീവി പട്ടിണി കിടന്നു മരിച്ചു ചത്തു എന്ന് കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരു 10-20 കൊല്ലം മുമ്പ് കൊടുവള്ളിയിൽ ഒരാൾ ആനയെ തളച്ചിട്ടിട്ട് ദുബായി പോയി ഭക്ഷണം കൊടുക്കാനൊക്കെ ഏൽപ്പിച്ച ആള് ടൂറും പോയി. ആനയുടെ കാര്യം മറന്നുകൊണ്ട് അങ്ങനെ ആന കുഴഞ്ഞു വീണ് പിന്നെ മരിച്ച ചത്ത ഒരു സംഭവം ഒരു വാർത്തയായിരുന്നു മുമ്പൊരു കാലത്ത്. എന്നാൽ കാട്ടിൽ സ്വാഭാവികമായും ജീവിക്കുന്ന ഒരു ജീവി വിശന്ന് ചത്തു എന്ന് കേട്ടിട്ടില്ല. പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ ഭൂമിയിൽ, അത് മനുഷ്യൻ മാത്രമാണ്. ബുദ്ധി തന്നിട്ടുള്ളത്, വിവേകം തന്നിട്ടുള്ളത് നമുക്കാണ്. നമ്മോട് റിസ്ക് ഞാൻ ഏറ്റിയെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് റിസ്ക് എത്താത്തത്? തടസ്സം ഉണ്ടാകുന്നുണ്ടോ? ആരാധന ശരിയാകുന്നുണ്ടാവില്ല. നമ്മൾ സ്വമേധയാ ചിന്തിക്കാൻ സന്നദ്ധരാവേണ്ട നമ്മുടെ സമുദായത്തെ നമുക്ക് ഉത്ബോധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയൊരു തലമാണിത്. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് കടന്ന് വന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാംസ്കാരികമായിട്ടുള്ള അപകടകരമായ ഈ പിന്നോക്കടി, ആവശ്യമില്ലാത്ത ഇത്തരം സംസ്കാരങ്ങളിലേക്ക് നമ്മളെ കുട്ടികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അകപ്പെട്ട് ഒരു വലിയ ഭയാനകരമായ നാശത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും എന്നുള്ളതാണ് വസ്തുത. അതിനുവേണ്ടി ഒരു പുനർവിചിന്തനത്തിന് ഈ റമദാൻ ഒരു കാരണമാവട്ടെ എന്ന് ആശംസിക്കുകയല്ല, പ്രാർത്ഥിക്കുക തന്നെ ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നാം വളർത്തിയെടുക്കേണ്ടുന്ന ഇസ്ലാമികമായ ഒരു ഭക്ഷണ സംസ്കാരം കുറഞ്ഞ സമയത്തിനകം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മെ ബോധവൽക്കരിച്ച നമ്മുടെ ബഹുമാന്യ MLA കുർക്കോൾ മൊയ്തീൻ സാഹിബിന് ഈ വേദിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മോട് ഈ സംഗമത്തിന് ഒരു സന്ദേശം നൽകുന്നതിനായിട്ട് PT ജാവിദ് മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ MLA കുർക്കോൾ മൊയ്തീൻ സാഹിബ് ഈ പ്രോഗ്രാമിൻ്റെ പ്രസീഡിയം അലങ്കരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, പ്രൊഫസർ MA സയീദ്, റംദാൻ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന KM ഫൈസി തെരിയോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന സുഹൃത്തും സഹപ്രവർത്തകനുമൊക്കെയായിട്ടുള്ള MT മനാഫ് മാസ്റ്റർ, ഡോക്ടർ ഷാനവാസ് പറവണ്ണ, ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാഗത ഭാഷണത്തിൽ
ബഹുമാന്യനായ മൂസ സുലാഹി അവർ സൂചിപ്പിച്ച പോലെ സൗഹൃദ സംഗമവും ഇഫ്താറുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അൻസാർ നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമായ സ്ഥാപനമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിലൊരു സ്ഥാപനത്തിൽ നിന്ന്, അൻസാറുള്ള സംഘത്തിൽ നിന്ന് ഉണ്ടാകുന്ന, നാം പ്രതീക്ഷിക്കുന്ന പ്രകാശമാണ് നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഉമ്മത്ത് എന്ന നിലയിൽ ഇസ്സത്തോടുകൂടി ഉയർന്നു നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫാസിസ്റ്റ് ശക്തികൾ രാജ്യം ഭരിക്കുന്ന ഈ കാലത്ത് ഏതെങ്കിലും പഴുത് മുസ്ലിം സമുദായത്തിന് നേരെ, പിന്നാക്ക വിഭാഗങ്ങൾക്ക് നേരെ അവരെ അടിച്ചമർത്താനും അവരെ ഉന്മൂലനം ചെയ്യാനുമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സാഹചര്യത്തിൽ ചേർന്ന് നിൽക്കുക, സൗഹൃദത്തോടുകൂടി, ഹൃദയവിശാലതയോടുകൂടി ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു കർത്തവ്യം തന്നെയാണ്. പരിശുദ്ധ റമദാനിൽ അത്തരത്തിലൊരു നിയത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിൽ വളരെ ശ്രേഷ്ഠമായ ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ അൻസാർ മസ്ജിദിന്റെ ഭാരവാഹികൾ പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളെല്ലാം മുസ്ലിങ്ങളായി ഭൂമിയിൽ ജനിക്കപ്പെട്ടു. വിശ്വാസികളായ രക്ഷിതാക്കളുടെ മക്കളായി നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ പേടിയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലം വരുമോ എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ കരുത്തുറ്റ ഈമാനും ധാർമ്മികമായ ഉയർന്ന നിലവാരവും നേടിയെടുത്ത് പ്രത്യേകിച്ചും റമദാനിലൂടെ നേടിയെടുത്ത് നമ്മുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. ചരിത്രത്തിൽ ധാരാളം സന്ദർഭങ്ങൾ പ്രവാചകന്റെ കാലത്തും ഖലീഫമാരുടെ കാലത്തും വർത്തമാന കാലത്തുമൊക്കെ അത്തരത്തിൽ മുസ്ലിം എന്ന ഇസ്സത്തോടു കൂടി ഉയർന്നു നിൽക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വളരെ പരിമിതമായ സമയമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. മുഖ്യ പ്രഭാഷണം നടക്കാനുണ്ട്. ഇക്കാലത്ത് റമദാനിലൂടെ നാം ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ നേടിയെടുക്കേണ്ടതുണ്ട്. ഇതിനൊക്കെയുള്ളൊരു വീണ്ടെടുപ്പാണ് റമദാൻ എന്നാണ് ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് പറയാനുള്ളത്. ഈ രീതിയിൽ ഫാസിസവും അതുപോലെ തന്നെ ലിബറൽ ചിന്താഗതികളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രമാത്രം മലീമസമായിട്ടാണ് നമ്മുടെ പോലും സഹോദരങ്ങൾ, കുട്ടികൾ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിലുമൊക്കെ ലിബറൽ ചിന്താഗതി പിടികൂടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വേഷവിധാനങ്ങളും ഭക്ഷണ സംസ്കാരവും മാറിയ ചിന്തകളുമൊക്കെയാണ് ഇന്ന് നമ്മുടെ പുതിയ തലമുറകളിൽ വലിയൊരു വിഭാഗത്തെ ഗ്രസിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ മാറി യഥാർത്ഥ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ ഈ റമദാൻ കാരണമാകട്ടെ. റമദാനിലൂടെ നമുക്ക് അതിലേക്കുള്ളൊരു വീണ്ടെടുപ്പിന് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച അൻസാർ ഭാരവാഹികളെ ഒരിക്കൽ കൂടി പ്രശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് നമ്മോട് സംസാരിക്കുന്നത് ഏതാനും വാക്കുകൾ നമ്മുടെ MT മനാഫ് മാസ്റ്റർ ആദരവോടും ക്ഷണിച്ചു.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي فضلنا شهر رمضان والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. بعد പ്രിയമുള്ള കുറുക്കോളി വിധി സാഹിബ് ഉൾപ്പെടെ വേദിയിലെ ബഹുമാനിലെ സഹോദരി സഹോദരന്മാർ, ബഹുമാനി പണ്ഡിതൻ KMFIC തരിയോടിൻ്റെ സംസാരമാണ് ഇനി നടക്കാനുള്ളത്. മൗലവി ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം സൗദി അറേബ്യയിലെ ഉനൈസ ജാലിയാത്തിൽ ദാഴിയായിരുന്നു. ഞാനും ആ സമയത്ത് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. ദീർഘകാലമായി ആത്മബന്ധം പുലർത്തുന്ന ഒരു പണ്ഡിതനാണ്. ആ കാലത്തൊക്കെ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് നിവാരണം മൗലവിയായിരുന്നു. അവിടെ വളരെ സീനിയറായ ഒരു പണ്ഡിതനാണ്. അങ്ങനെയുള്ള ഗുരുതുല്യനായ ഒരാളിൽ നിന്ന് കേൾക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അവതരണം കൊണ്ട് പവിത്രമായ റമദാനിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന 2 കാര്യങ്ങൾ മാത്രം. അത് ഖുർആനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഹുദല്ലിന്നാസിയോ ബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് റമദാനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അവിടെ ഹുദയാകണം, നേർമാർഗമാണ് ഹുദ എന്ന് പറഞ്ഞത്. ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവാണ്. എല്ലാത്തിനും കൃത്യമായ തെളിവ് അതിലുണ്ട്. അടുത്ത ഫുർഖാനാണ്, സത്യത്തെയും അസത്യത്തെയും കൃത്യമായി തരം തിരിച്ച് കാണിച്ചു തരുന്നു. പക്ഷെ ഇത് മുസ്ലിം സമൂഹത്തിന് വിശുദ്ധ ഖുർആൻ അങ്ങനെ ആയിട്ടുണ്ടോ എന്നാണ് ഈ സമയത്തൊരു ചോദ്യമായി എന്നോടും നിങ്ങളോടും, പ്രത്യേകിച്ച് വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ അകത്തുള്ള പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ദൗത്യം ഇനിയും വളരെ വലുതാണ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ എത്ര പേർക്ക് അറിയാം എന്നത് വളരെ പ്രസക്തമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചോദ്യം. നമ്മളൊരു കനേഷുമാരി കണക്കെടുത്താൽ നമ്മുടെ കുടുംബത്തെടുക്കുക. ഒന്ന്, ആസ് എ ഫാമിലി, ഒരു സ്മോൾ യൂണിറ്റി എന്നുള്ള നിലയിൽ നമ്മുടെ കുടുംബത്തിലെ എത്ര ആൾക്ക്, ഭാര്യ ഭർത്താവും മക്കളും അല്ലെങ്കിൽ മരുമക്കൾ, എത്ര ആൾക്ക് ഖുർആന്റെ കണ്ടന്റ് അറിയാം? പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, അപ്പോൾ ഞാനൊക്കെ പഠിപ്പിക്കുന്ന ജാവേദ് മാഷ്, ഞാനൊക്കെ ഒരേ സ്ഥാപനത്തിലാണ്. 95% മുസ്ലിം വിദ്യാർത്ഥികളാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് ഫാത്തിഹയുടെ അർത്ഥം അറിയുന്ന കുട്ടികൾ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കും? ഒരു മഹല്ലെടുക്കാം. കുറുക്കോളി മൊയ്‌ദീൻ സാഹിബൊക്കെ ഒരുപാട് മഹല്ലുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാരഥികളെ പരിചയമുള്ള ആളാണ്. ഒരു മഹല്ലിൽ നമ്മൾ മുസ്ലിങ്ങളുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു നിരീക്ഷണ പ്രകാരം വിശുദ്ധ ഖുർആന്റെ കണ്ടന്റ് അറിയുന്ന ആളുകൾ ഒരു പക്ഷേ 5% ഉണ്ടാവും. അത് പോകട്ടെ, ഫാത്തിഹ അതിൽ പ്രാരംഭ അധ്യായമാണ്. ഓരോ വിശ്വാസിയും ഒരു ദിവസം 17 പ്രാവശ്യം അത് പാരായണം ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സാമ്പിളായിട്ട് 50 ആളെ വിളിച്ചിട്ട് ഫാത്തിഹയുടെ അർത്ഥം അറിയുമോ എന്ന് ചോദിക്കാം. അതാണ് ഖുർആനുമായി നമുക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. ഈ സമൂഹം ഹുദയായി, ഫുർഖാനായി, ബയ്യിനാത്തായി. അതിനാണ് വിശുദ്ധ റമദാൻ. എന്തുകൊണ്ട് റമദാൻ എന്ന ചോദ്യത്തിന്റെ ഏറ്റവും ചെറിയ ഉത്തരം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് റമദാനായി മാറി എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു പേജ് നമ്മൾ സാധാരണ സൗദിയിൽ നിന്ന് വരുന്നപ്പോൾ നമ്മളെ പള്ളിയിലൊക്കെ ഉള്ള ഖുർആൻ എടുത്ത് മറിച്ചാൽ അതിൽ ഒരു വരിയിൽ 30 മുതൽ 35 വരെ അക്ഷരങ്ങൾ, 15 വരി. ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 മുതൽ അങ്ങോട്ട് എത്രയും പ്രതിഫലം. 10 ആണെങ്കിൽ തന്നെ അതിൽ 30 × 10 350 × 10 4500 ആയി. 450 × 10 4500 ആയി. 30 × 10 അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പ്രതിഫലം പാരായണത്തിന് മാത്രം. പക്ഷെ പലപ്പോഴും പാരായണത്തിൽ മാത്രം ഒതുങ്ങിപ്പോവുകയും വിശുദ്ധ ഖുർആന്റെ ആഴത്തിലുള്ള പഠനത്തിലേക്കോ തദബ്ബുറിലേക്കോ തർത്തീലിലേക്കോ റത്തീലിൽ ഖുർആന തർത്തീൽ നടത്താൻ പറഞ്ഞു. നിയമങ്ങൾ പാലിച്ച് സാവകാശം. അൻസാർ ക്യാമ്പസിൽ നമ്മുടെ
ദാറുൽ ഖുർആൻ അക്കാദമി പ്രവർത്തിക്കുന്നു എന്നത് തെർത്തീലനുസരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക്, എൻ്റെ മകൻ ഈ ക്യാമ്പസിലെ ദാറുൽ ഖുർആൻ അക്കാദമിയിൽ നിന്നും ആദ്യത്തെ ബാച്ചിൽ ഹാഫിളായ ഒരു കുട്ടിയാണ്. അതിൽ സന്തോഷിക്കുന്നു. പക്ഷേ ഈ പരിസരത്തുള്ള എത്ര രക്ഷിതാക്കൾ അത് ഉപയോഗപ്പെടുത്തുന്നു? വറത്തിലിൽ ഖുർആന തർത്തീല. മറ്റൊന്ന് തദബ്ബുറാണ്. ഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ ഖുർആനെ കുറിച്ച് ആഴത്തിൽ ഉറ്റാലോചിക്കുന്നില്ലയോ? ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും എഞ്ചിനീയറിംഗും ഇൻഫർമേഷൻ ടെക്നോളജിയും അതിൽ ബിരുദാനന്തര ബിരുദവും ഗവേഷണവും ഒക്കെ നടത്തുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ പുതിയ തലമുറ വിശുദ്ധ ഖുർആനെ ഈ അർത്ഥത്തിൽ സമീപിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ആധുനിക ലോകത്ത് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും, വ്യക്തിയായിരുന്നാലും കുടുംബമായിരുന്നാലും സമൂഹമായിരുന്നാലും, ഇന്ന് മുസ്ലിം സമൂഹം ഇത്രമേൽ പതിതാവസ്ഥയിൽ എങ്ങനെ അകപ്പെട്ടു എന്നതിൻ്റെ ഉത്തരവും ഖുർആനിൽ നിന്നുള്ള അകൽച്ചയാണ്. ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ളുഹും ഔലിയാഉ ബഅ്ള് എന്ന ആയത്ത് ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നിങ്ങൾ യഹൂദികളെയും ക്രൈസ്തവരെയും ഔലിയാക്കളായി സ്വീകരിക്കരുത്. മനുഷ്യർ എന്നുള്ള നിലയിലുള്ള ബന്ധമാകാം, മാനുഷികമായ പരിഗണനയാവാം, സ്നേഹബന്ധമാകാം, സഹായമാകാം, അവർക്ക് ഖിദ്മത്ത് ചെയ്യാം, ഒക്കെ ആവാം. പക്ഷേ നിങ്ങളുടെ രക്ഷാധികാരികളായി, നിങ്ങളുടെ പ്രൊട്ടക്ടർമാരായി, നിങ്ങളുടെ പാട്രന്മാരായി, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരായി നിങ്ങൾ ഒരിക്കലും അവരെ സ്വീകരിക്കരുത് എന്നുള്ള വിശുദ്ധ ഖുർആന്റെ നയത്തിൽ നിന്ന് പിന്മാറിപ്പോയി എന്നതാണ്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്ന OICയിൽ 57 മുസ്ലിം രാജ്യങ്ങളുണ്ട്. ലോകത്ത് ക്രൈസ്തവ രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 13ഓളം രാജ്യങ്ങൾ മാത്രമാണ്. ക്രൈസ്തവത ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുണ്ട്. ഒഫീഷ്യൽ റിലീജിയനായി ഡിക്ലെയർ ചെയ്ത രാജ്യങ്ങൾ 13ഓളമേ ഉള്ളൂ. പക്ഷേ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അതിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ 57. എന്നിട്ടും എന്തേ മുസ്ലിം ലോകം ഇത്ര അരക്ഷിതമായ അവസ്ഥയിലേക്ക് പോയി എന്നതിൻ്റെ ഉത്തരവും വിശുദ്ധ ഖുർആൻ ബയ്യിനാത്തായില്ല, ഫുർഖാനായില്ല. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ എന്ന അല്ലാഹു വലിയായില്ല. വലി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടറും രക്ഷാധികാരിയും സഹായിയും സംരക്ഷകനുമാണ്. അവിടെ മറ്റ് പലരെയും പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് വ്യക്തിതലം മുതൽ അന്താരാഷ്ട്ര തലം വരെ. അതുകൊണ്ട് ഖുർആൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കാണുവാനും അതിൻ്റെ ആ രൂപത്തിലുള്ള ഒരു പഠനത്തിലേക്ക് നീങ്ങുവാനുമുള്ള പ്രചോദനമായി വിശുദ്ധ റമളാൻ മാറുമ്പോഴാണ് നമ്മളതിൻ്റെ ആത്മാവിനെ തൊട്ടു എന്ന് പറയുവാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും പകർത്തുവാനും അതിൻ്റെ പ്രചാരകരായി മാറുവാനും അതിന് നെഞ്ചേറ്റുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാനിത പണ്ഡിതൻ KM ഫൈസി തരിയൂർ. ആദരപൂർവ്വം നേരത്തെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ബഹുമാന്യ MLA സാഹിബ്, സ്റ്റേജിലും സദസ്സിലുമൊക്കെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, കാരണവന്മാരെ, കൊച്ചുകുട്ടികളെ, അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കുവാൻ ഈ പള്ളിയിൽ ഈ സായാഹ്നത്തിൽ നാം ഒത്തുചേർന്നത് ഉപകാരപ്രദമായ ഒരു വൈജ്ഞാനിക സദസ്സായി റബ്ബ് നമുക്ക് അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. ഒട്ടേറെ കാര്യങ്ങൾ
നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇതിനു മുമ്പ് സംസാരിച്ചവർ കൊണ്ടുവന്നു. വിശുദ്ധ റമദാൻ സമാഗതമായി നമ്മളിൽ നല്ല വലിയ മാറ്റങ്ങളുണ്ടായി. പള്ളികളൊക്കെ സജീവമാണ്. എല്ലായിടത്തും നമ്മൾ ഒരുപാട് പള്ളികളിൽ ഇപ്പോൾ സന്ദർശിക്കാറുണ്ട്, ക്ലാസ് ഉണ്ടാകാറുണ്ട്. എല്ലായിടത്തും ജമാഅത്ത് മറ്റ് പ്രോഗ്രാമുകളെല്ലാം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഓരോ റമദാനും സമാഗതമാകുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല ഒരു പരിവർത്തനം, നന്മയിലേക്കുള്ള ഒരു മുന്നേറ്റം നമുക്ക് എല്ലായിടത്തും കാണാം. ഇത് സന്തോഷം നൽകുന്ന കാര്യമാണ്. റമദാൻ ഖുർആനിൻ്റെ മാസമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നിഷ്കളങ്കമായ മനസ്സാണ് റമദാൻ സമ്മാനിക്കേണ്ടത് എന്ന് മറ്റൊരാളും ഇവിടെ പറഞ്ഞു വെച്ചു. ഭക്ഷ്യമേളയാണ് റമദാൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന വിധമാണ് ഇന്ന് നമ്മുടെ റോഡുകളും തെരുവുകളും ബീച്ചുകളും അങ്ങനെയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ കോഴിക്കോടായിരുന്നു ക്ലാസ്. അവിടെ മഗ്രിബ് മുതൽ അർദ്ധരാത്രി വരെ ഭക്ഷ്യമേളയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയില്ല. അത്ര ജനത്തിരക്കാണ് അവിടെയുള്ളത്. എല്ലാതരം വിഭവങ്ങളുമായി ഫാമിലികൾ കടപ്പുറത്തേക്ക് വരുന്നവരാണ് ഒരു കൂട്ടമെങ്കിൽ എല്ലാതരം വിഭവങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ വിഭവങ്ങൾ, അതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള വിൽപ്പനശാലകളുമാണുള്ളത്. വല്ലാത്തൊരു മാറ്റമാണ്. അവിടുത്തെ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞ് 2 വർഷമായി മൗലവി ഇങ്ങനെ ഞങ്ങളുടെ ഈ ബീച്ച് തിരക്കേറിയ അവസ്ഥയായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ഭാഗത്ത് നല്ല നല്ല മാറ്റങ്ങളാണ് ഉള്ളത്, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള അവസ്ഥകളുമുണ്ട്. ഇങ്ങനെ ഇബാദത്തുകൾ കൊണ്ട് സജീവമാകേണ്ട, പുണ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കേണ്ട, ധന്യമായി തീരേണ്ട ഒരു മാസത്തിലൂടെ നാം പകുതിയോളം കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സന്ദർഭം ചില കാര്യങ്ങളെല്ലാം കോർത്തിണക്കി നിങ്ങളുടെ ചിന്തയിലേക്ക് പകർന്നു തരാൻ മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. മദീന നഗരം, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. അദ്ദേഹം തൻ്റെ സുഹൃത്തിനോടൊപ്പം മാർക്കറ്റിലൂടെ നടന്നു പോകുന്നു. ഒരിടത്തെത്തിയപ്പോൾ ഖലീഫ അവിടെ നിന്നു. അവിടെ ഇരുമ്പ് പണി എടുക്കുമ്പോഴുള്ള ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കയറി ചെന്നു. താങ്കൾ മുഗീറയുടെ ജോലിക്കാരനാണോ എന്ന് ചോദിച്ചു. അതെ, മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനാണ്. താങ്കളെക്കുറിച്ച് ഞാൻ കേട്ടല്ലോ, വായു ഉപയോഗപ്പെടുത്തി, കാറ്റ് ഉപയോഗപ്പെടുത്തി തിരിയുന്ന ആസ് നിർമ്മിക്കുന്നവരാണ് താങ്കളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാധാരണ ആസ് കല്ല് തിരിക്കുന്നത് കൈകൊണ്ടാണ്. അതിനു പകരം വായുവിനെ ഉപയോഗിച്ച്, കാറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ആസുകല്ല് നിർമ്മിക്കാൻ കഴിവുള്ള, വൈദഗ്ധ്യമുള്ള ആളാണ് താങ്കളെന്ന് ഞാൻ കേട്ടല്ലോ. അദ്ദേഹം ഖലീഫയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാകുന്ന ഒരു കാര്യം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന്. ഖലീഫ പുറത്തിറങ്ങി കൂടെയുള്ളവരോട് പറഞ്ഞു, ആ വാചകത്തിൽ ഒരു ഭയപ്പെടുത്തലിൻ്റെ സ്വരമുണ്ടോ എന്ന്. 1 മാസം പിന്നിട്ടു. സുബഹി നമസ്കരിക്കുവാൻ വേണ്ടി ഖലീഫ പതിവ് പോലെ ഇമാമായി നിൽക്കുവാൻ മെഹ്റാബിലേക്ക് നിന്നു. അദ്ദേഹം നമസ്കാരം ആരംഭിച്ചു. നമസ്കാരം ആരംഭിച്ച സന്ദർഭത്തിൽ ഒളിവിലിരുന്ന ഈ വ്യക്തി ഖലീഫയെ കുത്തി മുറിവേൽപ്പിച്ചു. നെഞ്ചിലും ശരീരത്തിൻ്റെ പാർശ്വത്തിലും പൊക്കളിൻ്റെ താഴെയുമായി 3 ഇടങ്ങളിൽ അയാൾ ആഴമേറിയ മുറിവുകൾ ഏൽപ്പിച്ചു.
ഖലീഫ രക്തം വാർന്നു അവിടേക്ക് വീഴുകയാണ് ചെയ്തത്. ആ നിമിഷം തന്നെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് കൈകൊണ്ട് ആംഗിക്കാണിച്ചു. അദ്ദേഹം നമസ്കാരത്തിലേക്ക് ഇമാമത്തിലേക്ക് വന്നു. കുത്തി മുറിവേൽപ്പിച്ച ഈ വ്യക്തി തനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. കാരണം എല്ലായിടത്തും ജനം നിറഞ്ഞു നിൽക്കുന്നു, മുന്നിലുള്ള വാതിൽ അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിയിൽ പലരെയും കുത്തി മുറിവേൽപ്പിച്ചു. 13 ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. 7 ആളുകൾ നിമിഷങ്ങൾക്കകം മരണപ്പെടുകയും ചെയ്തു. ഈ അക്രമയെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ സന്ദർഭത്തിൽ ഒരാൾ തൻ്റെ വസ്ത്രം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് എറിയുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തു. ചരിത്രം സൂചിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിൽ അയാൾ സ്വന്തം കഴുത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ട് അയാൾ മരണപ്പെട്ടു. ഈ ആളുകളെല്ലാം മരിച്ചത് മുറിവ് കൊണ്ട് മാത്രമല്ല, മുറിവിന്റെ കൂടെ വിഷവും കൂടി അദ്ദേഹത്തിന്റെ ഈ ആയുധത്തിൽ നിന്ന് ആളുകളിലേക്ക് ചെന്നിട്ടുണ്ട്. ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് ഈ വ്യക്തി ഖലീഫയെ മുറിവേൽപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും പള്ളിയിൽ അരണ്ട വെളിച്ചമാണുള്ളത്. നമ്മുടെ ഇന്നത്തെ പള്ളി പോലെ നിറയെ വിളക്കുകളും എവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നൊരവസ്ഥയുമില്ല. മറിച്ച് 1-2 വിളക്ക് എണ്ണത്തിരി കത്തിച്ചു വെക്കുന്ന പള്ളിയാണ് ആ കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒളിവിലിരുന്ന ആ ശത്രുവിനെ, ആ മജൂസിയെ, അന്യമതസ്ഥനായ ആ വ്യക്തിയെ തിരിച്ചറിയാൻ ആർക്കും ആദ്യത്തിൽ സാധിച്ചിരുന്നില്ല. ഖലീഫ അബോധാവസ്ഥയിലായി. അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും ദുഃഖത്തിലും വിഷമത്തിലുമാണ്. എന്തായിരിക്കും ഇനി മുസ്ലിം ലോകത്തുണ്ടാകുന്നത്? ഒരു ഖലീഫയുടെ നഷ്ടമാകുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം. എല്ലാ ആളുകളും ഒത്തുചേർന്നിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഖലീഫ അല്പമൊന്ന് കണ്ണു തുറന്നു. അദ്ദേഹം തൻ്റെ ശരീരത്തിലേക്ക് നോക്കി. എന്തൊക്കെയോ കെട്ടുകൾ തൻ്റെ ശരീരത്തിലുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. അദ്ദേഹം തൻ്റെ മകനോട് ചോദിച്ചു, അടുത്തുള്ളവരോട് ചോദിച്ചു, അസ്വല്ലന്നാസ്, എന്തായിരിക്കും അത്തരമൊരു സന്ദർഭത്തിൽ ഒരാൾ ചോദിക്കുക? ശരീരത്തിലൊക്കെ മുറിവ്, എല്ലായിടത്തും രക്തം, എല്ലായിടത്തും തുണികൾ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. ഈ ഒരവസ്ഥ തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്തായിരിക്കും ആദ്യം ചോദിക്കുക? എന്താ എനിക്ക് സംഭവിച്ചത്? ആരാണ് എന്നെ മുറിവേൽപ്പിച്ചത്? ഇതൊക്കെയല്ലേ ചോദിക്കുക. ഖലീഫ ആദ്യം ചോദിക്കുന്നത് അസ്വല്ലന്നാസ്, ആളുകൾ നമസ്കരിച്ചുവോ എന്ന്. തന്റെ മുറിവിനെ സംബന്ധിച്ചോ വേദനയെക്കുറിച്ചോ രക്തത്തെക്കുറിച്ചോ അല്ല ചോദിക്കുന്നത്. അസ്വല്ലന്നാസ്, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ജമാഅത്തായി നിർവഹിക്കപ്പെട്ട നമസ്കാരമാണ്. ആ നമസ്കാരം ജനങ്ങൾ നിർവഹിച്ചോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേ, ആളുകൾ നമസ്കരിച്ചിട്ടുണ്ട്, മറുപടി പറഞ്ഞു. ശേഷം അദ്ദേഹം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്തിനാ? മുറിവ് വാർന്ന് രക്തം വാർന്ന മുറിവുകളുള്ള ആ മനുഷ്യൻ സ്വാഭാവികമായും വായ വരണ്ടിരിക്കും, അങ്ങേയറ്റം ദാഹാർത്ഥനായിരിക്കും. അതുകൊണ്ട് കുടിവെള്ളമാകണമല്ലോ അത്തരം സാഹചര്യത്തിൽ ഒരാൾ ചോദിക്കുക. കുടിക്കുവാനാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വുളൂ ചെയ്യണം, ഞാൻ നമസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. വുളൂ ചെയ്ത് നമസ്കാരം കഴിഞ്ഞ ശേഷം അദ്ദേഹം സമീപത്തുള്ളവരോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ആരാണ് എന്നെ മുറിപ്പെടുത്തിയത്? ആളുകൾ പറഞ്ഞു, അത് ഹദ്ദാദാണ്. ആര്? മുഗീറത്ത് ബിൻ ശുഅബയുടെ ആ ജോലിക്കാരനാണോ? അതെ, അദ്ദേഹമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി. റബ്ബിന്റെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ തർക്കം ഉന്നയിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയല്ലല്ലോ, അത്തരത്തിലുള്ള ഒരാളുടെ കയ്യാലല്ലല്ലോ ഞാൻ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞു.
ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചത് നിരവധി ചരിത്ര സന്ദേശങ്ങൾ അതിലുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ്. ഒരു ഖലീഫ മുറിവേറ്റ് കിടക്കുന്ന ആ നിർണായകമായ സന്ദർഭത്തിൽ ബോധം തെളിയുമ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം നമസ്കാരത്തെ കുറിച്ചാണ്. ആളുകൾ നമസ്കരിച്ചു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആവശ്യം തനിക്ക് നമസ്കരിക്കണമെന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് തൻ്റെ ഈ മുറിവിന്റെ കാരണമെന്ത് എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നത്. വേദന കൊണ്ട് പൊള്ളയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്തരം ഒരു ചോദ്യം ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ. എന്തായിരിക്കും അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളാണെങ്കിൽ ചോദിക്കുക? എന്തായിരിക്കും നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം? അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ വളർത്തിയെടുത്ത, പ്രവാചകനിൽ നിന്ന് ഈമാനും ഇസ്ലാമും ഇഹ്സാനും പഠിച്ച ആ സഹാബികളുടെ മനസ്സിൽ ആരാധനകളോടുള്ള, ധർമ്മത്തോടുള്ള, നന്മയോടുള്ള പ്രതിബദ്ധത എന്തുമാത്രം സുശക്തമായിരുന്നു എന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളും നമസ്കരിക്കുന്നു. ആ സഹാബത്ത് നമസ്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്ത അതേ നമസ്കാരം ഇന്ന് നമ്മളും നമസ്കരിക്കുന്നുണ്ട്. ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട്. ഫർള് മാത്രമല്ല, സുന്നത്തായ നമസ്കാരമാകുന്ന തറാവീഹ് പോലും വളരെ ആവേശത്തോടുകൂടെ, ഈണത്തിലുള്ള ഓത്ത് കേൾക്കണമെന്ന നിർബന്ധത്തോടുകൂടെ നമ്മളൊക്കെ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. ആരാധനാ കർമ്മങ്ങൾ ധാരാളമായി നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നമസ്കാരം മാത്രമല്ല, നമ്മളൊക്കെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഖുർആൻ നിത്യേന നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. റമദാനിലെ മഹനീയമായ പ്രതിഫലം കിട്ടുവാൻ, ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുവാൻ ഉംറ നിർവഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ ദാനധർമ്മവും ഇതര സൽക്കർമ്മങ്ങളും ഒക്കെയായി ഒട്ടേറെ കർമ്മങ്ങൾ നാം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ കർമ്മങ്ങൾക്കെല്ലാം രണ്ട് തലങ്ങളുണ്ട്. നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾക്കെല്ലാം ഈ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിന് ബാഹ്യമായ ഒരു വശമുണ്ട്. ഈ ബാഹ്യവശമാണ് ഫിഖ്ഹ്, കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ് നമസ്കാരം എന്ന് ചോദിച്ചാൽ, തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് നമസ്കാരം. അതാണ് ഫിഖ്ഹിലെ നമസ്കാരം. എന്നാൽ അതിനൊരു ആന്തരിക തലമുണ്ട്. വ്രതാനുഷ്ഠാനം നാം നിർവഹിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ തീർത്തും ഉപേക്ഷിച്ചുകൊണ്ട് നാം വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. അത് അതിൻ്റെ ബാഹ്യരൂപമാണ്. അതിനൊരു ആന്തരിക തലമുണ്ട്. ഹജ്ജ് കർമ്മം ഏതാനും നടത്തങ്ങളും ഇരുത്തങ്ങളും കിടത്തങ്ങളും ഉറക്കങ്ങളും ഒക്കെയാണ്. അതതിൻ്റെ ബാഹ്യമായ കർമ്മങ്ങളാണ്. എന്നാൽ അതിൻ്റെ അപ്പുറം അതിന് വലിയ ആന്തരികമായ തലങ്ങളുണ്ട്. ആ ആന്തരിക തലങ്ങൾ, ആത്മീയ തലങ്ങൾ, അത് വേണ്ടുവോളം നാം സ്വാംശീകരിക്കാതിരിക്കുന്ന കർമ്മങ്ങളാകുമ്പോൾ അത് തീർത്തും ജടിലമായ കർമ്മങ്ങളായി തീർന്നേക്കും. ICUവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു രോഗി, തിയേറ്ററിലാണ് അദ്ദേഹം ഉള്ളത്. മേജർ ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വിദൂരത്ത് നിന്ന് നേർത്ത ശബ്ദത്തിൽ ബാങ്കിന്റെ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്. ചെവിയോർത്തു, ബാങ്ക് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അല്പസമയത്തിന് ശേഷം അനസ്തേഷ്യ നൽകുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരും എന്ന് നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതം അവസാനിച്ചേക്കുമോ, അതല്ല വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് കഴിയുമോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. കാരണം അത്രയും ഗുരുതരമായ, ഗൗരവപരമായ ഒരു വലിയ ഓപ്പറേഷനാണ് താൻ വിധേയനാകുന്നത്.
രോഗത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായും അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്, ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ആ നേർത്ത ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പടച്ചവനെ ഓർമ്മ വന്നു. ഈ എൻ്റെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു ചെല്ലുന്നത് പടച്ചവനിലേക്കാവുമല്ലോ. ബോധം തെളിയുന്നില്ലെങ്കിൽ ഞാൻ അള്ളാഹുവിലേക്കായിരിക്കുമല്ലോ പോകുന്നത്. അതുകൊണ്ട് അവസാന നിമിഷം 2 റക്അത്ത് സുബഹി പടച്ചവന് വേണ്ടി ഞാൻ നമസ്കരിക്കും. അദ്ദേഹം കിടന്ന അതേ ബെഡിൽ കിടന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചു. ജീവിതത്തിൽ അന്നത്തേതുപോലെ കണ്ണുനീരുണ്ടായ ഒരു നമസ്കാരം ഉണ്ടായിട്ടില്ല. അന്നത്തേതുപോലെ ഭക്തിയുള്ള ഒരു നമസ്കാരം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അത്ര ഭക്തി നിർഭരമായിരുന്നു, മനസാന്നിധ്യമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഓരോ വാക്കുകളും കനപ്പെട്ടതായിരുന്നു. അതിലെ ഓരോ പ്രാർത്ഥനകളും അങ്ങേയറ്റം മനസ്സിൽ തട്ടിക്കൊണ്ടായിരുന്നു. ഇതാണ് നമസ്കാരം, ഭക്തിപൂർവമുള്ള ഒരു നമസ്കാരം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയിക്കുന്ന വിശ്വാസികൾ ആരാണവര്? അവർ ഖുശൂ ഉള്ളവരാണ്, ഭക്തിയുള്ളവരാണ്. ആ ഭക്തിയുടെ പാരമ്യതയാണ്, അതിന്റെ പരിപൂർണ അവസ്ഥയാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അന്ന് അദ്ദേഹം അനുഭവിച്ചത്. സ്വല്ലി സ്വലാത്ത മുവദ്ദിഅ. വിടവാങ്ങി പോകുന്നവനെ പോലെ, പരലോകത്തേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നവനെ പോലെ നീ നമസ്കരിക്കുക എന്ന ഉപദേശമുണ്ടല്ലോ. ആ ഉപദേശം നമ്മുടെ മനസ്സിലേക്ക് നാം ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഭക്തി നിർഭരമായ ഒരു നമസ്കാരം നമുക്ക് നിർവഹിക്കാൻ കഴിയും. ഈ നമസ്കാരം, ഖുശൂഉള്ള ആ നമസ്കാരം, ഇബാദത്ത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സൽഫലങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മൾ ധാരാളമായി കേൾക്കുന്നതാണ്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം തിന്മകളിൽ നിന്ന്, നീചവൃത്തികളിൽ നിന്ന് നമ്മളെ തടയുന്നതാണ്. നമസ്കാരത്തിന്റെ മഹത്വമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. ആ പറയുന്ന ഒരു നമസ്കാരം, ഒരു ഇബാദത്ത് എന്റെ നമസ്കാരമാകുന്നുവോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നു. ഹജ്ജിന് പോകുന്നവരോട് ഖുർആൻ പറഞ്ഞത് വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. നിങ്ങൾ പാഥേയം ഒരുക്കി ഹജ്ജിന് പോകുമ്പോൾ അത് മാത്രമല്ല കൊണ്ടുപോകേണ്ടത്, തഖ്വ, ഭക്തി അങ്ങോട്ട് നിങ്ങൾ കൊണ്ടുപോകണം. അവിടേക്ക് കൊണ്ടുപോകേണ്ടത് ഭക്തിയാണ്, അവിടെ നിന്ന് ലഭിക്കേണ്ടതും ഭക്തിയാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെയും ഖുർആൻ പഠിപ്പിച്ചത് തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അതുകൊണ്ട് സംസ്കരണവും സംശുദ്ധിയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നാണ്. ഈ ആന്തരിക ആത്മീയ തലങ്ങൾ ഉൾക്കൊള്ളുന്നതാവണം നമ്മുടെ ഇബാദത്തുകൾ. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഇബാദത്തുകൾ ഉയർന്നു വരുന്നുവെങ്കിൽ ആ ഇബാദത്തുകളുടെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാകും. എല്ലാ മേഖലകളിലും അതിന്റെ സ്വാധീനമുണ്ടാകും. സംസാരത്തിലുണ്ട്, പെരുമാറ്റത്തിലുണ്ട്, നമ്മുടെ ചിന്തകളിൽ പോലും അതിന്റെ സ്വാധീനമുണ്ടാകും. ഈ സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ വേണ്ടുവോളം ഉണ്ടാകുന്നുവോ ഇല്ലയോ? റമദാനിൽ തറാവീഹ് നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ചിലര് പോകുന്നത് എങ്ങോട്ടാണ്? ബാർ ഹോട്ടലിലേക്ക്. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, തറാവീഹുണ്ട്, മറ്റ് ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ വീട്ടിലെ ഫ്രിഡ്ജിൽ അരിഷ്ടമെന്ന പേരിൽ ലഹരി പദാർത്ഥങ്ങളുണ്ട്. റമദാനിലും അത് കഴിക്കുന്ന ചിലരുണ്ട്. ഈ വിരോധാഭാസം എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ഒന്നാം സഫിലിരിക്കുന്ന മനുഷ്യൻ ബാർ ഹോട്ടലിലും ഒന്നാം സഫിൽ തന്നെയാണ്. ഒന്നാം സഫിലിരിക്കുന്ന മനുഷ്യൻ അയാൾ തന്നെയാണ് നാട്ടിലെ വട്ടിപ്പലിശക്കാരനായി മാറുന്നത്. അയാൾ തന്നെയാണ് നാട്ടിലെ എല്ലാ നെറികേടുകൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത്.
ഇത് രണ്ടും കൂടി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? നെറ്റിയിൽ തഴമ്പുണ്ട്, പോക്കറ്റിലെ പണവും തമ്മിൽ ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ പുതിയ ചോദ്യചിഹ്നമായിട്ടാണ് അതിനെ പലരും ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും പേരുകൾ വായിക്കുമ്പോൾ നമ്മുടെ ആളുകൾ അതിലുണ്ട് എന്ന്. അവരാരും മദ്രസയിൽ പഠിക്കാത്തവരല്ല, അവരാരും മദ്രസ കാണാത്തവരല്ല, അവരാരും പള്ളികളിൽ സന്ദർശിക്കാത്തവരല്ല, മുസ്ലിം കുടുംബത്തിൽ ജനിക്കാത്തവരുമല്ല. ഉന്നതമായ കുടുംബത്തിലും തറവാട്ടിലും ഒക്കെ ജനിച്ചവർ തന്നെയാണ്. അത്തരത്തിലുള്ള ആളുകൾ, യുവാക്കൾ, യുവതികൾ എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്? അപ്പോൾ എവിടെയൊക്കെയോ ചില പെശകുകൾ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിലാകാം, നമ്മുടെ തർബീയത്തിലാകാം, നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷത്തിലാകാം. എവിടെയൊക്കെയോ ചില പെശകുകൾ നമുക്ക് സംഭവിക്കുന്നു എന്നല്ലേ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? ഈ റമദാനിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എവിടെയാണ് നമുക്ക് പിശക് വരുന്നത്, എവിടെയാണ് നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മിക്ക സ്ഥലങ്ങളിലും മതപഠന ക്ലാസുകൾ നടക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ അകലമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ഒരു സംഘം യുവാക്കളെ കണ്ട സന്തോഷം എനിക്കുണ്ട്. പക്ഷേ ധാരാളം സ്ഥലങ്ങളിൽ ഇത്തരം ക്ലാസ്സുകളിൽ പോയപ്പോഴുണ്ടാകുന്ന അനുഭവം 30 വയസ്സിന്റെ മുകളിലുള്ള ആളുകളാണ്. അതിൽ വലിയ ഒരു നിര കസേരയിൽ ഇരിക്കുന്നവരായിരിക്കും. പ്രായാധിക്യമുള്ള ആളുകളാണ് അവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. മറുഭാഗത്ത് ആ ആൺ സദസ്സിന്റെ ഇരട്ടിയുള്ള സ്ത്രീ സദസ്സും അവിടെ ഉണ്ടാകും. യുവജനങ്ങളെല്ലാം വിദേശത്തല്ല, യുവജനങ്ങളെല്ലാം അന്യനാട്ടിലല്ല. എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾ നമ്മുടെ മാർഗത്തിൽ, നന്മയിൽ നമ്മോടൊപ്പം ഉണ്ടാകുന്നില്ല? ആ യുവാക്കളിൽ പലരും കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. അവര് നമസ്കാരം ഉപേക്ഷിക്കുന്നവരല്ല, ലഹരി ഉപയോഗപ്പെടുത്തുന്നവരല്ല, വ്രതമനുഷ്ഠിക്കാത്തവരുമല്ല. അതെല്ലാം നിർവഹിക്കുന്നവർ തന്നെയാണ്. എന്നിട്ടും ആ യുവാക്കൾ എന്തുകൊണ്ട് ഇത്തരം സദസ്സുകളിൽ സന്നിഹിതരാകുന്നില്ല? നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട രണ്ടാമത്തെ ചോദ്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരളീയ സമൂഹം അതേത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ശരി, ഏത് സംഘടനയുള്ള ആളുകളാണെങ്കിലും ശരി, എല്ലാവരും ഉറക്കെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ നമ്മളെക്കുറിച്ച് പരിചിന്തനം നടത്തി, എവിടെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി പരിഹരിക്കേണ്ട മാർഗത്തിൽ നാം മുന്നേറേണ്ടത്, നമ്മളെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇത് വരുത്തുന്നത് ഭയാനകമായൊരു ഭവിഷ്യത്തായിരിക്കും, ദൂരവ്യാപകമായ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇത് കൈമാറ്റം ചെയ്യണ്ടേ? ആരാണ് നിങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കാനുണ്ടാവുക? ഇങ്ങനെ ഒരു വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ മുസ്ലിം സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്നു. അതിന് സമൂലമായ ഒരു പരിഹാരം, സുചിന്തിതമായ തീരുമാനങ്ങളിലൂടെ നമ്മുടെ സമൂഹം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടത് ധാർമ്മികമായ ചിന്ത, ബോധം നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടുപോലെ ലഭിക്കണം. മഹനീയമായ തർബിയത്ത് വീടുകളിൽ നിന്ന് ലഭിക്കണം. മതത്തോടും മതസ്ഥാപനങ്ങളോടും മതത്തിൻ്റെ ആളുകളോടും
ആദരവ് നമുക്കുണ്ടായിരിക്കണം. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആളുകൾ പലപ്പോഴും ചേർത്ത് പിടിക്കപ്പെടാതിരിക്കുന്നു. അതല്ലെങ്കിൽ അകലങ്ങളിലേക്ക് അവർ അകന്നകന്നു പോവുകയും ചെയ്യുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട റമദാനിലെ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ റമദാനിൽ നൽകുന്ന വളരെ മഹനീയമായ സന്ദേശങ്ങളിൽ ഒന്ന് നമ്മുടെ ഖൽബിനെ സംബന്ധിച്ചുള്ളൊരു ആലോചന. നമ്മുടെ വീട് പൂമുഖമാണോ പിൻഭാഗമാണോ ഏറ്റവും ഭംഗിയുള്ളതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഭംഗിയാക്കുക പൂമുഖമാണ്. ആള് കാണുന്ന ഭാഗങ്ങളൊക്കെ ഭംഗിയായിരിക്കും, കാണാത്ത ഭാഗങ്ങൾ അതാരും കാണൂലല്ലോ, അങ്ങനെ നോട്ടെ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചിത്രവും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുവോ? ജനങ്ങൾക്കിടയിൽ, കുടുംബത്തിനിടയിൽ എന്നെക്കുറിച്ച് ആരും മോശം പറയരുത്, നല്ലത് പറയണം. നല്ല ചിന്തയാണത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ആ ചിന്തയുള്ള ചിലർ സ്വന്തം ജീവിതത്തിൻ്റെ സ്വകാര്യതകളിലേക്ക് എത്തുമ്പോൾ സ്വതന്ത്രമായ തൻ്റെ ജീവിത സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുമ്പോൾ മറ്റേതോ ഒരു മനുഷ്യനായി മാറുന്നത്, മറ്റെന്തോ ഒരു മനുഷ്യനായി മാറുന്നത്, ഇത് ഗൗരവമുള്ളതാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് ഉപദേശിച്ചത്, നീ നിന്റെ ശരീരഭാഗങ്ങൾ കാണുന്നു, നിന്റെ ശരീരഭാഗങ്ങൾ നിന്റെ സുഹൃത്തുക്കളും കുടുംബങ്ങളും നാട്ടുകാരും കാണുന്നു. കാണുന്നതെല്ലാം നീ ഭംഗിയാക്കിയിട്ടുണ്ട്, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ആര് കണ്ടാലും മോശമാണെന്ന് പറയില്ല. അങ്ങനെ അലങ്കരിച്ച് ഭംഗിയാക്കിയ ശരീരം നിനക്കുണ്ട്. നിന്നെ നോക്കിക്കാണുന്ന ആളുകൾക്കെല്ലാം നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. എന്തൊരു സ്വഭാവമാണ്, എത്ര നല്ല സ്വഭാവമാണ്, എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. പക്ഷേ ആരും കാണാത്ത, അള്ളാഹ് മാത്രം കാണുന്ന ഒരു ഇടമുണ്ട്. ആരും കാണാത്ത, അള്ളാഹ് മാത്രം കാണുന്ന ഒരു ഇടമുണ്ട്. ആ ഇടത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന. അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് പറഞ്ഞു. അവിടെയാണ് ആദ്യം ശുദ്ധമാകേണ്ടത്. അവിടെയാണ് ആദ്യം എല്ലാ അഴുക്കുകളും നീക്കം ചെയ്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടത്. വീട്ടിൻ്റെ മുകളിലിരുന്ന് അരികിലൂടെ ഒഴുകുന്ന അരുവിയിലേക്ക് നോക്കുമായിരുന്നു. എപ്പോൾ നോക്കിയാലും പറയും, ആ വെള്ളം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല, കലങ്ങി തന്നെ ഇരിക്കുന്നു അല്ലേ എന്ന്. അങ്ങനെ ഒരു ദിനം വീട്ടിൻ്റെ മുകളിലേക്ക് കയറി വീട്ടുകാരി അരുവിലേക്ക് നോക്കി, അരുവി നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്, എന്തൊരു ഭംഗിയുള്ള വെള്ളമല്ലേ എന്നവർ പറഞ്ഞു. അപ്പോൾ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു, ഈ ജനല് അതിൻ്റെ അകവും പുറവും ഇന്നലെ ഞാൻ തുടച്ചിരുന്നു. ഇതാണ് സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ ഖൽബിന് ഇപ്പോൾ ആവശ്യമുള്ളത്. പലതരം അഴുക്കുകൾ നിറഞ്ഞിരിക്കുന്നു. അസൂയയും അഹങ്കാരവും പകയും വിദ്വേഷവും എല്ലാം അഴുക്കുകൾ. എല്ലാ ഹിംസ്ര ജന്തുക്കളും അതിലുണ്ട്, വിഷജീവികൾ അതിലുണ്ട്. ഇതൊക്കെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുവെങ്കിൽ
കുഞ്ഞുങ്ങളൊക്കെ ഭയപ്പെട്ടു പോകും. അത്രമാത്രമുള്ള അപകടകരമായ സാധനങ്ങളൊക്കെ ആ കൽബിന്റെ ഉള്ളിൽ അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്ന് ശുദ്ധീകരിക്കണം. സതുദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ, ഏതൊരു ഇബാദത്തുകളും ചെയ്യുമ്പോൾ നല്ല ഉദ്ദേശത്തിൽ പടച്ചവനെ മുന്നിൽ കണ്ടുകൊണ്ട് പരലോകത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അത് ചെയ്യാൻ നമുക്ക് കഴിയണം. അവിടേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. ഈ ലോകത്ത് ആകാശത്തിൽ ആദ്യമുണ്ടായ കുറ്റം, ഭൂമിയിൽ ആദ്യമുണ്ടായ കുറ്റം, ആദ്യം നടന്ന കൊലപാതകം എല്ലാം മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ളതാണ്. കണ്ണുകൊണ്ട് നമുക്കെല്ലാം കാണാം, നല്ലത് കാണാം, ചീത്തയും കാണാം. കാതുകൊണ്ട് നല്ലത് കേൾക്കാം, ചീത്തയും കേൾക്കാം. നാവ് കൊണ്ട് മാന്യമായത് സംസാരിക്കാം, അത്യധികം അശ്ലീലമായത്, വൃത്തികെട്ടത് നാവ് കൊണ്ട് പറയാം. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന കൺട്രോൾ അതാണ് നമ്മുടെ കൽബ്. അതാണ് നമ്മുടെ കൽബ്. കൽബാണ് നമ്മുടെ ശരീരത്തിന്റെ രാജാവെന്ന് പറയാം. ആ രാജകീയമായ പദവിയുള്ള കൽബ് അത് തെളിഞ്ഞതാകുമ്പോൾ തെളിഞ്ഞ മനസ്സിൽ നിന്ന് നല്ല ചിന്തകൾ ഉത്ഭൂതമാകും. തെളിഞ്ഞ മനസ്സിൽ നിന്ന് നല്ല സംസാരങ്ങൾ ഉണ്ടാകും. തെളിഞ്ഞ മനസ്സിൽ നിന്ന് നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാകും. അവിടെ അഹങ്കാരത്തിനോ അസൂയക്കോ പകക്കോ സ്ഥാനമുണ്ടാവില്ല. അതാണ് സ്വർഗം. അതാണ് സ്വർഗം. സ്വർഗത്തിന്റെ മഹത്വം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവിടെ ഗില്ലില്ല, പകയോ അസൂയയോ ഇല്ല. മുതഖാബിലീൻ, അഭിമുഖമായി ഇരുന്ന് പരസ്പരം സംസാരിക്കുന്ന ഒരു ലോകമാണ് സ്വർഗം. അഭിമുഖമായി ഇരിക്കലും സംസാരിക്കലും പരസ്പരം നോക്കി പുഞ്ചിരിക്കലും എവിടെയാ ഉണ്ടാവുക? കൽബ് ശുദ്ധമാണെങ്കിലാണ്, മനസ്സ് ശുദ്ധമാണെങ്കിലാണ്. തെളിഞ്ഞ മനസ്സിൽ നിന്നാണ് പുഞ്ചിരി വരുന്നത്. തെളിഞ്ഞ മനസ്സിൽ നിന്നാണ് സുഹൃത്തിനെ കാണുമ്പോൾ, ബന്ധപ്പെട്ടവരെ കാണുമ്പോൾ മനസ്സിന് ആനന്ദമുണ്ടാകുന്നത്, അത് മുഖത്ത് പ്രകടമാകുന്നത്. ഈ പകയും വിദ്വേഷവും ഇല്ലാത്ത ഒരു മനസ്സാണ് റമദാൻ നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ റമദാനിലെ ഒരു വലിയ നേട്ടം നമ്മൾ കൈവരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിനോടൊരിക്കൽ ചോദിക്കുന്നു, ആരാണ് കൊള്ളാവുന്ന വ്യക്തി? ഉത്തരമോ എന്തായിരിക്കും? ബിരുദാനന്തര ബിരുദമുള്ളയോ, വലിയ പൂജ്യങ്ങളുള്ള ശമ്പളം വാങ്ങുന്ന വ്യക്തി, കൊട്ടാര സമാനമായ ഭവനവും അകമ്പടിയായി വാഹനങ്ങളും നിൽക്കുന്ന വീട്, അതൊക്കെ കൊള്ളാവുന്ന വ്യക്തികളെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, സത്യം മാത്രം പറയുന്ന നാവുള്ള മനുഷ്യർ, ഖൽബ് മഹ്മൂമായ മനുഷ്യർ. സഹാബത്ത് പറഞ്ഞു, റസൂലേ, സദൂഖുൽ ലിസാൻ ഞങ്ങൾക്ക് മനസ്സിലായി, മഹ്മൂമുൽ ഖൽബ് എന്നതുകൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്? വിശദീകരിച്ചു കൊടുത്തു, ഹുവ തഖിയ്യുൻ നഖിയ്യു, ആ മനസ്സിൽ ഭക്തിയുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെ കുറിച്ചുള്ള അവബോധം ആ മനസ്സിലുണ്ട്. അന്നഖിയ്യു, അത് തെളിഞ്ഞതാണ്, അതിൽ കറകളില്ല, അഴുക്കുകളില്ല. ലാഗില്ല ഫീഹി, അതിൽ പകയില്ല, അസൂയയില്ല, ആരോടും അന്യായമായ ശത്രുതയില്ല. അങ്ങനെയുള്ള ഒരു മനസ്സാണ്, കൽബാണ് മഹ്മൂമുൽ ഖൽബ്. ഇത് രണ്ടും ചേർന്ന വ്യക്തി ആരാണോ അവരാണ് വിജയിക്കുന്ന, കൊള്ളാവുന്ന വ്യക്തി. ആ ഒരു വ്യക്തിത്വമാണ് റമദാൻ നമുക്ക് സമ്മാനിക്കേണ്ടത്. നല്ല സംസാരവും തെളിഞ്ഞ മനസ്സുമുള്ള ഒരു മനുഷ്യനായി മാറാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അതിന് നമുക്ക് സഹായകമായി തീരേണ്ടതുണ്ട്.
ഈ റമദാനിലെ ഓരോ കർമ്മങ്ങളും അതിന് നമുക്ക് പ്രചോദനമായി തീരേണ്ടതുണ്ട്. ആ തരത്തിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക, കൊള്ളാവുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക, റോൾ മോഡലായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക, അതാണ് റമദാനിന്റെ ലക്ഷ്യം. അതിലൂടെ പാരത്രിക വിജയം കൈവരിക്കലാണ്. അത് സാധ്യമാണോ അല്ലയോ? അത് സാധ്യമാണോ അല്ലയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമായുള്ള ബന്ധം ഊഷ്മളവും ഈടുറ്റവും ആയി തീരണമെന്ന് നമ്മളോട് പഠിപ്പിച്ചതുപോലെ നമ്മളോട് ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തിങ്കളും വ്യാഴവും നമ്മുടെ കർമ്മങ്ങൾ ആകാശത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നു, പുറത്തു കൊടുക്കുന്നു. ആർക്ക്? അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ ആളുകൾക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ആ സൗഭാഗ്യം ലഭിക്കാത്ത ചിലരുണ്ട്. അതാരാണ്? ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന. ഒരു ദാസൻ അവനും സഹോദരനും തമ്മിൽ പിണക്കത്തിലാണ്. അവന്റെ ജ്യേഷ്ഠനുമായി അനുജനുമായി പിണക്കത്തിലാണ്. മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നടക്കുന്ന മക്കളാണ്. അവനും അവന്റെ പെങ്ങളുമായി പിണക്കത്തിലാണ്. അങ്ങനെ സ്വന്തക്കാരുമായി രക്തബന്ധുക്കളുമായി അകന്നു നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ചിലരുണ്ട്. അവർക്ക് ഈ സൗഭാഗ്യം ലഭിക്കുന്നില്ല. മറിച്ച് അള്ളാഹു മലക്കുകളോട് പറയും, അംദിറു ഹത്താ യസ്തലിഹ. അവരത് നിങ്ങൾ മാറ്റിവെക്കുക, അവരത് നിങ്ങൾ മാറ്റിവെക്കുക. ഹത്താ യസ്തലിഹ. അവർ രണ്ടുപേരും രമ്യമാകുന്നത് വരെ, സുൽഹാകുന്നത് വരെ മാറ്റിവെക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ കർമ്മഫലത്തെ കുറിച്ച് ഫലവുമായി വരുന്ന മലക്കുകളോട് പറയുമെന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ്? അള്ളാഹുവോടുള്ള ബന്ധം ആരാധനകളിലൂടെ നാം ചേർത്ത് പിടിക്കുമ്പോൾ സ്വന്തം കുടുംബവും ബന്ധുക്കളോടുമുള്ള ബന്ധം നാം ചേർക്കുന്നുണ്ടോ ഇല്ലയോ? സലാം പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, മാപ്പ് ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു ദുരഭിമാനവും നമ്മളെ ബാധിക്കാതെ എൻ്റെ അടുത്ത് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തക്കാരോട് സലാം പറഞ്ഞ് തിരുത്താൻ നമുക്ക് കഴിയണം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഖുർആൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് കപടവിശ്വാസികൾ അപവാദം പ്രചരിപ്പിക്കുകയും ആ പ്രചാരത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു പങ്കുവഹിക്കുകയും ചെയ്തു. സ്വന്തം മകനെ പോലെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും സംരക്ഷിക്കുന്ന വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. വിവരമറിഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു മിസ്തഹിനോട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, മേലിൽ ഒരു ആനുകൂല്യവും ഒരു സഹായവും നിനക്ക് ഞാൻ ചെയ്യില്ല എന്ന്. സ്വന്തം മകളെക്കുറിച്ച് അപവാദം പറഞ്ഞൊരു വ്യക്തിയോട് ആർക്കും രോഷമുണ്ടാകും. അത് മാത്രമല്ല, സ്വന്തം മകനെ പോലെ സഹായിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ പിതൃമനസ്സിന്റെ മനോവേദന അദ്ദേഹം ആ സത്യം ചെയ്തുകൊണ്ട് പ്രകടിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്ത് ഓതി കൽപ്പിക്കുകയാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അയ്യുതു ലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളിൽ ശേഷിയും സമ്പത്തുമുള്ള ആളുകൾ ദരിദ്രരും പാവപ്പെട്ടവരും മുഹാജിറുകളുമായ ആളുകൾക്ക് സഹായം ചെയ്യുകയില്ല എന്ന് സത്യം ചെയ്യരുത്. വൽയഅഫു വൽയസ്ഫഹു. മാപ്പാക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു കൊടുക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്.
എന്നിട്ട് റബ്ബിന്റെ ചോദ്യമോ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എന്നിട്ട് പറഞ്ഞു അല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹ് നിങ്ങളോട് എത്രയാ പൊറുക്കുന്നത്, വീണ്ടും എത്രയാ നിങ്ങളോട് കരുണ ചെയ്യുന്നത്. അതേ അള്ളാഹുവേ, നിന്റെ പാപമോചനം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മിസ്തഹിനെ അന്വേഷിച്ചു. അദ്ദേഹത്തെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. അന്യായമായൊരു കുറ്റമാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ആർക്കും സഹിക്കാൻ കഴിയാത്ത വലിയൊരു അപരാധത്തിന്റെ പ്രചരണത്തിലാണ് അദ്ദേഹം പങ്കുവഹിച്ചത്. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ ഈ ആയത്ത് അവതരിക്കുന്നു. അള്ളാഹു പറയുന്നത് മാപ്പാക്കണം, പൊറുക്കണമെന്നാണ്. നമ്മൾ എന്തിനാ പണങ്ങി നിൽക്കുന്നത്? എന്താ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണക്കം? നിശ്ചയമുണ്ടായപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞില്ല, അവനോടാ പറഞ്ഞത്. കല്യാണത്തിന് ക്ഷണിച്ചപ്പോ എന്നോടല്ലേ ആദ്യം പറയേണ്ടത്? അന്ന് അവിടെ വെച്ച് ഞാൻ കണ്ടപ്പോ എന്നോടൊരു ബഹുമാനപൂർവ്വം സംസാരിക്കുക പോലും ചെയ്തില്ല. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് സ്വന്തം ഒരു ഉദരത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഇന്ന് പിണങ്ങിക്കഴിയുന്നത്. എല്ലാവിധത്തിലും സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് ഭാര്യയുടെ കൈപിടിച്ച് ഇറങ്ങിപ്പോയത് എന്തിനാണെന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിന്റെ ഈ സൗഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മുടെ കർമ്മത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ അവസരമുണ്ടാകണമെങ്കിൽ, മലക്കുകൾ നമ്മുടെ രേഖകൾ മാറ്റിവെക്കാതിരിക്കണമെങ്കിൽ സലാം പറഞ്ഞേ പറ്റൂ, നന്നായേ പറ്റൂ, ബന്ധങ്ങൾ നന്നാക്കിയേ തീരൂ. അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിണക്കം തീർത്ത് ഇണക്കമുള്ളവരാകണം. അവിടെ കുറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു പ്രയാസവുമില്ല, ക്ഷമ ചോദിക്കുന്നതിൻ്റെ ഒരു വിഷമവും തോന്നരുത്. നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് റമദാൻ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം അള്ളാഹുവോടൊപ്പമുള്ള ബന്ധം നന്നാക്കുന്നതോടൊപ്പം പരസ്പരമുള്ള ബന്ധം നന്നാക്കി തീർക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ കയ്യിലുള്ള ധനം എന്റെ ഹക്കാണ്, എന്റെ കൈവശമുള്ളത് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം. കുറച്ച് സാഹസമുള്ള കാര്യമാണ്. എന്റെ കയ്യിലുള്ള ധനം എന്റെ ഹക്കാണ്, അതിലാർക്കും വിഹിതം കൊടുക്കാനില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ എങ്കിൽ ഈ റമദാനിൽ വിജയിച്ചവരെ കൂട്ടത്തിലാണ് നമ്മൾ. നമ്മുടെ അതിർവരമ്പ് നമ്മുടേത് മാത്രമാണോ? അതല്ല, അയൽക്കാരന്റെ ഭൂമിയിൽ നിന്ന് ഒരംശമെങ്കിലും നമ്മുടെ പറമ്പിലേക്ക്, തോട്ടത്തിലേക്ക്, പുരയിടത്തിലേക്ക് വന്നിട്ടുണ്ടോ? അനന്തരാവകാശമാണല്ലോ നമുക്ക് സമ്പത്ത് ലഭിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത്. ആ ഓഹരി വെച്ച സന്ദർഭത്തിൽ പെങ്ങളെ അവൾക്ക് അർഹതപ്പെട്ടത് നൽകാതിരുന്നുവോ? സഹോദരന് അർഹതപ്പെട്ട ഒരു തെങ്ങ് തന്റെ വിഹിതത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ കുതന്ത്രം ചെയ്തിരുന്നുവോ? ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ക്രമക്കേടുകൾ നാം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ആളുകൾക്കത് തിരിച്ചു കൊടുക്കണം. ആരുടെ ഹക്കാണോ നമ്മുടെ കൈവശമുള്ളത് ആ വ്യക്തികൾക്കത് തിരിച്ചു കൊടുക്കണം. അവരോടത് പൊരുത്തപ്പെടിക്കണം. അവരെങ്ങാനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അനന്തരാവകാശികൾക്ക് കൊടുക്കണം. തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ പണ്ഡിതന്മാര് പറയുന്നു, ആ വ്യക്തികളുടെ പേരിൽ ആ സമ്പത്ത് ദാനം ചെയ്യണം. എന്നിട്ട് നമ്മുടെ സമ്പത്തിൽ അത് നീക്കം ചെയ്യണം. നമ്മളൊക്കെ പലതരം ബിസിനസ്സുകളും കച്ചവടങ്ങളും ചെയ്യുന്നവരാണ്. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ മുന്നിലുള്ളത് സമ്പാദിക്കലാണ്.
അതിനുവേണ്ടി കള്ളസത്യം നമ്മൾ ചെയ്യാറുണ്ട്, വഞ്ചന ചെയ്യാറുണ്ട്, വഞ്ചനയെ സാമർഥ്യമായി വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പ്രായം ചെല്ലുമ്പോൾ പരലോകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വേദനിക്കുന്ന മനുഷ്യര് കുറച്ചൊന്നുമല്ല. ഒരാൾ മാനസിക രോഗത്തിന്റെ ചികിത്സ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ അനുഭവമാണ് സൂചിപ്പിക്കുന്നത്. 10-17 കൊല്ലക്കാലം കച്ചവടം ചെയ്തു. കച്ചവടത്തിൽ കൃത്രിമം പലതും ചെയ്തിരുന്നു. ആരൊക്കെയോ ഏതൊക്കെയോ നാട്ടുകാരാണ് ഇത് വാങ്ങുന്നവർ. ഇപ്പോൾ അദ്ദേഹത്തിന് പടച്ചവരിലേക്ക് തിരിച്ചു പോകണമെന്ന ചിന്ത വന്നിരിക്കുന്നു. പക്ഷേ അദ്ദേഹം അനുഭവപ്പെടുന്ന പ്രയാസം എന്താണെന്ന് അറിയുമോ? അദ്ദേഹത്തിന്റെ ഒരു തോട്ടം വിറ്റുകൊണ്ട്, ഒരു കെട്ടിടം വിറ്റുകൊണ്ട്, താൻ വഞ്ചനയിലുണ്ടാക്കിയ 17 കൊല്ലത്തെ സമ്പത്ത് അവരെ പേരിൽ സദക്ക കൊടുത്തുകൊണ്ട് എനിക്ക് മോചനം കിട്ടണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ മക്കൾ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതിൻ്റെ ടെൻഷൻ അദ്ദേഹം അനുഭവിച്ച് വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്കറിയാം. സുദീർഘമായൊരു യാത്ര ചെയ്ത് എന്നിട്ട് പ്രയാസപ്പെട്ട ആ മനുഷ്യൻ യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും? അവന്റെ ഭക്ഷണം, അവൻ കഴിക്കുന്ന ആഹാരം, അവന്റെ വീട്, അവന്റെ വാഹനം, അവന്റെ സർവ്വതും ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണ്. വഹുദിയ ബിൽ ഹറാം, ശരീരത്തിന്റെ പോഷണം അത്രയും ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലഹു, പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങൾ ഈ റമദാനിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ റമദാൻ കൊണ്ട് നമുക്കുള്ള പ്രധാന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. പടച്ചവനോടുള്ള ബന്ധം സുശക്തമാക്കുകയും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആത്മാർത്ഥതയോടെ, സതുദ്ദേശത്തോടുകൂടെ, അതിൻ്റെ പരിപൂർണ ഭക്തിയോടുകൂടെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളുമൊക്കെ അത് നന്നാക്കി തീർക്കുകയും നനച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. സാമ്പത്തിക രംഗത്തുള്ള എല്ലാ ഹക്കടപാടുകളും അത് ശരിയായ വിധത്തിൽ സുതാര്യമായ വിധം കൈകാര്യം ചെയ്യുകയും ഹക്കല്ലാത്തത് തന്റെ കൈവശമില്ല എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ 3 തരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയകളാണ് ഓരോ റമദാനും നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് നിർവഹിച്ച് വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാവട്ടെ ഈ റമദാൻ നാം വേണ്ടുവോളം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. അത്തരത്തിൽ നന്മകൾ തിരഞ്ഞ് ധന്യമായൊരു ജീവിതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഓരോരുത്തർക്കും സാധ്യമായത്ര നന്മകൾ എന്താണോ അതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ആ നിലക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ നാം മുന്നേറുക, സൽക്കർമ്മങ്ങൾ ശരിയാം വിധം നാം നിർവഹിക്കുക, ആത്മശുദ്ധി നാം കൈവരിക്കുകയോ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ധന്യമായ ഒരു നിക്ഷേപമാക്കി തീർക്കാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹു അതിന് എല്ലാവിധ തൗഫീഖും സഹായവും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അർഹമായ പ്രതിഫലമുള്ള അമലസ്വാലിഹായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും തെറ്റുകളും റഹ്മാനായ റബ്ബ് നമ്മളോട് പൊറുക്കുകയും മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വലിയ പ്രതിസന്ധികളിലൂടെ ഉമ്മത്ത് കടന്നു പോകുന്നുണ്ട്. അതിനെല്ലാം തരണം ചെയ്യുവാനുള്ള നേതൃത്വത്തിന് ആവശ്യമായ ദിശാബോധവും നല്ല പരിഹാരവും ആശ്വാസത്തിന്റെ വഴികളും റഹ്മാനായ റബ്ബ് എത്രയും എളുപ്പത്തിൽ സാധിപ്പിച്ചു തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരങ്ങളെ, പ്രാഥമിക തുറക്ക് ശേഷമാണ് ഭക്ഷണം വിതരണം നടത്തുക. അതുകൊണ്ട് എല്ലാവരും ചെറിയ കുട്ടികളുടെ കൂടെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടികളെ കൂട്ടി വന്നിട്ടുള്ള സഹോദരങ്ങളൊക്കെ കഴിവതും ചെറിയ കുട്ടികളാണെങ്കിൽ കടിയിൽ വെക്കാവുന്ന കുട്ടികളാണെങ്കിൽ ആ സീറ്റ് അവരെ കടിയിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം.
സീറ്റിന്റെ പരിമിതികൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉളവനൂർ അൻസാർ മസ്ജിദ് ഇഫ്താർ സംഗമത്തിലാണ് നാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ അൻസാർ മസ്ജിദിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആദ്യത്തെ ഇഫ്താറാണ് വളരെ വിപുലമായ രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ആദ്യമായി ഈ ഇഫ്താർ സംഗമവും അതോടൊപ്പം നമ്മുടെ ഈ റമദാൻ ആദ്യം മുതൽ തന്നെ നമുക്ക് സന്തോഷപൂർവ്വം നമ്മളിവിടെ ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്ക് വളരെ സന്തോഷമായി ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഇവിടെ ഈ റമദാനും നമ്മുടെ കർമ്മങ്ങളും നമുക്ക് ഇങ്ങനെ ഇഫ്താർ സംഗമങ്ങൾ കൂടാൻ സാധിക്കുന്നു. നമുക്ക് അല്ലാഹുവോട് നന്ദി പ്രകാശിപ്പിക്കാം. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം ഈ അൻസാർ മസ്ജിദിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി ഇവിടെ കൊണ്ടുപോകുന്ന നമ്മുടെ കോളേജിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അബ്ദുൽ സമദ് സാഹിബ്, അദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്നു. യാത്രാ ബുദ്ധിമുട്ട്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ സമയം അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ അൻസാറുല്ലാഹ് സംഘത്തിന്റെ ഭാരവാഹികൾക്കും ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള MT മനാഫ് മാസ്റ്റർ, പ്രിയപ്പെട്ട ഡോക്ടർ ഷാനവാസ്, പ്രിയപ്പെട്ട PT ജാവേദ് അഹമ്മദ് സാർ, അതുപോലെ നമുക്ക് ക്ലാസ് എടുത്ത KK ഫൈസി തരിയോട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.